സത്യത്തിൽ ഒരു നാർസിസിസ്റ്റ്? നമ്മളിത് എങ്ങനെ ഉറപ്പിക്കുക എന്റെ കൂടെയുള്ള ഒരാൾ നാർസിസിസ്റ്റ് ആണ് എന്നുള്ളത്? ശരിക്കും ഒരു NPD ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലത്തെ ഒരു സ്വയം ഒരു അവബോധമുള്ള ഇൻസൈറ്റ് അങ്ങനെ ഉണ്ടാവാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? കോൺഫിഡന്റ് ആവുന്ന, മേ ബി ഡോമിനേറ്റിംഗ് ട്രേറ്റ്സ് വരുന്ന, അല്ലെങ്കിൽ ലൗഡായിട്ട് ബിഹേവ് ചെയ്യുന്ന അങ്ങനത്തെ ട്രേറ്റ്സിനെ എല്ലാറ്റിനെയും ഇപ്പോൾ ജനറലൈസ് ചെയ്ത് എല്ലാവരും നാർസിസിസ്റ്റ് ആണെന്ന് ലേബിൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നാർസിസ്റ്റിക് ട്രേറ്റ്സ് ഉള്ള അല്ലെങ്കിൽ ഡിസോർഡർ ഉള്ള അമ്മമാരുടെ മക്കളിലും അങ്ങനത്തെ അതേ ട്രേറ്റ്സ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. വളരെ സിമ്പിളായിട്ട് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉള്ള അല്ലെങ്കിൽ ഡിസോർഡർ ഉള്ള പാരന്റിങ്ങിനെ കാണരുത്. കാരണം അത്രയും ഡോമിനേറ്റിംഗ് ആയിരിക്കും. ഞാൻ പറഞ്ഞത് ഇവിടെ നടക്കുള്ളൂ, ഇതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ ഇല്ല, ആ വീട്ടിലുള്ള ഒരാൾക്കും വേറൊരു വോയിസ് ഇല്ല എന്നുള്ള രൂപത്തിലാണ് പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുള്ളത്. ഇത്രയും കാലം പുരോഗമിച്ചു, നമ്മൾ പഠിക്കുന്നുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ഇൻഫർമേഷൻസ് ഉണ്ട്, എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഇതേ പാറ്റേണിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളോട് മാത്രം പോയി കണക്റ്റഡ് ആവുന്നത്? നമുക്കൊരു നാർസിസ്റ്റിക് ഒരു അബ്യൂസ് സർവൈവർ, ഓക്കെ, അയാളുടെ ഒരു ഹീലിംഗ് ജേർണി എങ്ങനെയായിരിക്കും? ടോക്സിക് ട്രേറ്റ്സ് ഉള്ള റിലേഷൻഷിപ്സിൽ പോയിട്ട് നമ്മൾ അതിൽ നിന്ന് പുറത്ത് വന്ന് വീണ്ടും ടോക്സിക് ട്രേറ്റ്സ് ഉള്ളതിലാവുന്നത് പോലെയല്ല NPD. അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നിങ്ങൾ രണ്ടായിട്ട് തന്നെ കാണണം. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇതെപ്പോ എങ്ങനെ ഈ ഒരു ടേം പൊങ്ങി വന്നാലും സോഷ്യൽ മീഡിയയിലായാലും ചുറ്റുവട്ടത്താണെങ്കിലും വലിയ ഡിസ്കഷനാണ്. സത്യത്തിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും തന്നെയാണോ ഈ NPD നാർസിസിസ്റ്റ് എന്ന് പറയുന്നത്? ഇത് ആരോട് ചോദിക്കും എന്നിങ്ങനെ വിചാരിച്ചപ്പോഴാണ് എനിക്കിവിടെ ഒരു ഡിയർ ഫ്രണ്ട് ഉണ്ടല്ലോ എന്ന് അയാൾ തന്നെ വിളിച്ചെടുത്ത് ചോദിച്ചാലോ എന്ന് വിചാരിച്ചേ. എൻ്റെ ഫ്രണ്ടിനെ നിങ്ങൾക്കും അറിയുന്നതാണ് കേട്ടോ. ഷീ ഈസ് മൈ ഡിയർ ഫ്രണ്ട്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്, പക്ഷെ അതിനേക്കാൾ ഉപരി ഷീ ഈസ് എൻ ആക്ട്രസ്. ഷീസ് എ വെരി ബ്യൂട്ടിഫുൾ പേഴ്സൺ. ഇനി എന്തൊക്കെയാ നിങ്ങൾ എന്നെ കമന്റ് ചെയ്തോളൂ എന്തൊക്കെയാണെന്ന്. സോ ലെറ്റ് മീ വെൽക്കം നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് ബിറ്റ്വീൻ ദ തോട്ട്സിൽ നമ്മുടെ കൂടെ മൈ ഡിയർ ഫ്രണ്ട് ആർദ്ര മോഹനാണ്. താങ്ക് യു ആർദ്ര, വെൽക്കം. അപ്പൊ എന്താ പറയാ, ഇതിപ്പോ വളരെ കൂട്ടുകാർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. അപ്പൊ ഒത്തിരി ഫോർമാലിറ്റി നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ കോൺവെർസേഷൻ ക്ലിയർ ആയിരിക്കും അല്ലെ? എന്താണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്കൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണം, എപ്പോ ഈ നാർസിസ്റ്റ് എന്ന് പറഞ്ഞാലും, ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഇന്റർവ്യൂലാണ് ഇത് വീണ്ടും ഭയങ്കര തരംഗമായിരിക്കുന്നത്, പക്ഷെ നാർസിസ്റ്റിക് ട്രേറ്റ്സ്, പേഴ്സണാലിറ്റി ഡിസോർഡർ, ആസ് എ CP ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഇതൊരു പെത്തോളജി ആയിട്ടും ഡിസോർഡർ ആയിട്ടും ഒക്കെ പറയുന്ന ആൾക്കാരാണ് നിങ്ങൾ. സോ ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ഇതിന്റെ ഡിഫറൻസ് എന്താണ്, ആരാണ് സത്യത്തിൽ ഒരു നാർസിസിസ്റ്റ്? എന്താ പറയുക, ഈ ക്വസ്റ്റ്യൻ വളരെ റെലവെന്റ് ആവുന്നത് നമ്മളെല്ലാവരിലും ചിലപ്പോൾ ചില ട്രേറ്റ്സ് ചില സമയത്ത് നമുക്ക് നാർസിസ്റ്റിക് ട്രേറ്റ്സ് ആണോ എന്ന് തോന്നാം. ലൈക്ക് നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഇപ്പൊ എനിക്കൊരു കൺവിക്ഷനോട് കൂടി ഞാനൊരു കാര്യം പറയാണ്, ഇതിങ്ങനെ തന്നെയാണ്, ഓക്കെ, എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്, എനിക്കത് പ്രൂവ് ചെയ്യാനുള്ള എവിഡൻസസ് ഉണ്ട്. പക്ഷെ മേ ബി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വേ കുറച്ച് എന്റെ ടോണോ എക്സ്പ്രസ് ചെയ്യുന്ന രീതികളോ ഡിഫറെന്റ് ആണെങ്കിൽ അതർ പീപ്പിളിന് തോന്നാം, ഓ ഇയാൾ നാർസിസ്റ്റ് ആണ്. മനസ്സിലാവുന്നുണ്ട്? അതായത് കോൺഫിഡന്റ് ആവുന്ന, മേ ബി ഡോമിനേറ്റിംഗ് ട്രേറ്റ്സ് വരുന്ന, അല്ലെങ്കിൽ ലൗഡായിട്ട് ബിഹേവ് ചെയ്യുന്ന അങ്ങനത്തെ ട്രേറ്റ്സിനെ എല്ലാറ്റിനെയും ഇപ്പോൾ ജനറലൈസ് ചെയ്ത് എല്ലാവരും നാർസിസ്റ്റ് ആണെന്ന് ലേബിൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് ആക്ച്വലി ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നാർസിസ്റ്റിക് ട്രേറ്റ്സ് എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്കാണ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ നമ്മൾ ഒരാൾക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് ആ പാറ്റേൺ അയാളിൽ കാണുന്ന സമയത്ത് മാത്രമേ നമുക്കതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ ആരും പൊതുവെ സെഷൻസ് എടുക്കാൻ വരുന്നത് വളരെ കുറവാണ്. സത്യം. ഓക്കെ, സോ ക്ലിനിക്കലി പ്രോപ്പറായിട്ട് ഒന്നുകിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനോ ഒക്കെയാണ് പൊതുവെ ഒരു ഡിസോർഡർ എന്നുള്ള രീതിയിൽ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ലൈസൻസിങ് ഉള്ളത്. പക്ഷെ അങ്ങനത്തെ ഒരു ക്ലിനിക്കൽ സെറ്റിംഗ്സിലേക്ക് ഇവരാരും വരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ വരുന്ന പോപ്പുലേഷൻ വളരെ കുറവായതുകൊണ്ട് ആ ഡയഗ്നോസിസ് ആളുകളിലേക്ക് പോകുന്നത് ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ്. പക്ഷെ നമ്മൾ റിയൽ ലൈഫിൽ അങ്ങനത്തെ ആളുകളെ കാണുന്നോ എക്സ്പീരിയൻസ് ചെയ്യുന്നോ ഒക്കെ ഉണ്ടാവാം. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? അപ്പൊ എന്താന്ന് വെച്ചാ, ഈ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് വരുന്ന ആളുകൾക്ക് അത് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് കൊണ്ടാണോ അത് വേറെ എന്തെങ്കിലും അസുഖങ്ങളുടെ സിംറ്റം ആണോ എന്നുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി പലപ്പോഴും നോർമൽ ആളുകൾക്ക് ഉണ്ടാവാറില്ല. ഞാൻ ഒരു കേസ് എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, എൻ്റെ കണ്ടിട്ടുള്ള 1-2 ക്ലയൻസിൽ ഇതുപോലെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഞാൻ ഒരു സ്പെസിഫിക് കേസ് പറയാം.
ക്ലയന്റിന്റെ പാർട്ട്ണർ വളരെ കമ്പൽസീവ് ആയിട്ട് നമ്മളടുത്ത് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ തന്നെ വേണം എന്നുള്ള രൂപത്തിൽ എല്ലാ കാര്യങ്ങൾക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ആള് പറയുന്ന രീതിയിൽ മാത്രമേ ജീവിക്കാൻ സമ്മതിക്കുള്ളൂ എന്നുള്ളൊരു സാഹചര്യം. ഓക്കെ ഓക്കെ, അപ്പൊ ചുറ്റുമുള്ള ആളുകൾ എല്ലാവരും ഒബ്സർവ് ചെയ്യുമ്പോൾ ഇയാൾ ഭയങ്കര കൺട്രോളിംഗ് ആണ്, ശ്വാസം വിടണമെങ്കിൽ പോലും ഇയാളുടെ അടുത്ത് ചോദിച്ചിട്ട് വേണം എന്നുള്ള സാഹചര്യമാണ്. ആളെ പാർട്ട്ണറിനെ കാണാൻ കിട്ടണമെങ്കിൽ പോലും ബാക്കി ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഒരു ഓപ്ഷൻ ഇല്ലാത്തൊക്കെ പോലെ, അല്ലെങ്കിൽ ഇയാളുടെ വീട്ടിൽ വന്നിട്ടേ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആളുടെ പാർട്ട്ണറും കൂടി ഉള്ളപ്പോഴേ കാണാൻ പറ്റുള്ളൂ, അത്രയും ലിമിറ്റഡ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന പോലത്തെ ഒരു സാഹചര്യം. അപ്പൊ എല്ലാവരും ഈ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് നമ്മളുടെ ക്ലയന്റിന്റെ അടുത്ത് ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആളെ ഇങ്ങോട്ട് കൺവിൻസ് ചെയ്തു. ആൻഡ് പാർട്ട്ണറും ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എന്റെ പാർട്ട്ണറിന് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണ്, ഡിസോർഡർ ആണെന്നാണ് തോന്നുന്നത്. സോ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഇരുന്ന് വിട്ടുപോരാ, ആ ഒരു സ്റ്റേജിലാണ് നമ്മളെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത് തന്നെ. അപ്പൊ അവര് ഓൾറെഡി ഡിസൈഡഡ് ആണ് NPD ആണെന്നുള്ളത്. അപ്പം നമുക്കൊരു ഫസ്റ്റ് ഇൻഫർമേഷനിൽ തന്നെ അങ്ങനത്തെ ഒരു ഡയഗ്നോസിസിലേക്ക് ഇമ്മീഡിയറ്റ്ലി പോകാൻ പറ്റില്ല. ഫർദർ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കേസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് പാർട്ട്ണറിന് വളരെയധികം OCDയുടെ ട്രേറ്റ്സ് ഉണ്ട്. ഓക്കെ, അതുപോലെ ഹൈലി ആങ്ഷ്യസ് ട്രേറ്റ്സ് ഉണ്ട്. ആൻഡ് ആള് ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ്സോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ കൺട്രോളിങ് എന്തുകൊണ്ടാ വരുന്നേ എന്നുള്ളത്. മനസ്സിലുണ്ടോ? OCD ഉള്ള ഒരാളുടെ അവസ്ഥ എന്താ ആലോചിച്ചോക്കെ. അതെ, നമുക്ക് ഇന്റേർണലി ഇതിങ്ങനെ അല്ലാതിരിക്കാൻ പറ്റില്ല. അതായത് ഇപ്പൊ 2 ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ പറ്റുള്ളൂ, ഒരു ടേബിൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. ലൈക്ക് സിംറ്റം പലതാവാം OCDയുടെ കാറ്റഗറി അനുസരിച്ച്. പക്ഷെ ക്ലീൻലിനെസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അങ്ങനെ പറ്റുള്ളൂ എന്നുണ്ടാകുമ്പോൾ കൂടെയുള്ള പാർട്ട്ണർ അല്ലേ എപ്പോഴും 24 മണിക്കൂറും കൂടെ ജീവിക്കുന്നേ. അപ്പൊ അവരും അതുപോലെ തന്നെ ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട് ഈ കൺട്രോളിങ് ഓട്ടോമാറ്റിക്കലി വന്നു പോകും. നമ്മളത് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ആക്ച്വലി ഹെൽപ്ഫുൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപതി എന്ന് പറയുന്ന സംഭവം തീരെ ഉണ്ടാവില്ല. പേഴ്സണാലിറ്റി ഡിസോർഡർ NPD ആണെങ്കിൽ ഉണ്ടാവില്ല. ഓക്കെ, ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവർക്ക് ആവശ്യം വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ഒന്ന് കാണിച്ചു പോയേക്കാം, അല്ലെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇന്റൻസ് ആയിട്ട് ഫീൽ ചെയ്യണമെന്നില്ല, അത്രയ്ക്ക് വേണമായിരുന്നു എന്നുള്ളൊരു തോട്ടൊക്കെ വന്ന് പോയിന്ന് വരാം. അവര് മനുഷ്യന്മാരാണ് കേട്ടോ, അവർക്കും ഈ പറയുന്ന സ്നേഹവും അറ്റാച്ച്മെന്റും ഒക്കെ ഉണ്ടാവാം, അതില്ല എന്നൊന്നും വിചാരിക്കരുത്. ചോദ്യമാണ്, ഞാൻ ചോദിച്ചോളാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ പാർട്ട്ണറിന് ഇത്തരത്തിലുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ട്. ഈ പാർട്ട്ണറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രശ്നം വരുന്നത് ഈ പറയുന്ന OCD റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പാർട്ട്ണറിനും പഴയതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് പാർട്ട്ണർ ഡിസ്റ്റർബ്ഡ് ആയി തുടങ്ങിയത്. അതുവരെ വേറെ പ്രശ്നമൊന്നും ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. മനസ്സിലുണ്ടോ? പക്ഷെ നിങ്ങളൊരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്രയും വർഷം ഇല്ലാതെ പെട്ടെന്നൊരു വർഷം ആയി എന്നുള്ളതോ, അല്ലെങ്കിൽ പെട്ടെന്നൊരു സാഹചര്യം മാറിയപ്പോ പെട്ടെന്നായി എന്നുള്ള പോലെയോ ആവണമെന്ന് നിർബന്ധമില്ലേ. നിങ്ങൾക്ക് അതിങ്ങനെ പതിയെ പതിയെ പല പല കാര്യങ്ങളിലായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മള് പലയിടത്തും ഇപ്പൊ ഓൾറെഡി വീഡിയോസും കാര്യങ്ങളൊക്കെ വന്ന് പലരും കേട്ടിട്ടുണ്ടാവും. ഇനീഷ്യലി ഭയങ്കരമായിട്ടുള്ള സ്നേഹപ്രകടനവും കാര്യങ്ങളും ലവ് ബോംബിങ് ഫേസും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ആ സമയത്ത് നമ്മള് ഇവര് ഭയങ്കര ചാമിങ് ആണല്ലോ, ഭയങ്കര ഒബ്സർവിങ് ആണ്. അപ്പം നമ്മള് അൺഡിവൈഡഡ് അറ്റൻഷൻ കിട്ടി നമ്മളെ അങ്ങനെ ടേക്ക് കെയർ ചെയ്ത് നോക്കി മനസ്സിലാക്കി ഇംപ്രസ് ചെയ്ത് അവര് നമ്മളിൽ ആക്ച്വലി നമ്മളിൽ എന്തോ കഴിവ് കണ്ട് അട്രാക്റ്റഡ് ആവുന്നത് തന്നെയാണ്. സോ ആ അഡ്മിറേഷനും കാര്യമൊക്കെ അവർക്ക് ഇനീഷ്യൽ ഫേസിൽ ഉണ്ട്. ഇനീഷ്യൽ ഫേസിൽ ഉണ്ട്, അതായത് അവർക്കത് ഉണ്ട്, ഇല്ലായികയൊന്നും അല്ല. അല്ല, സാധാരണഗതിയിൽ NPD അവരങ്ങനെ അവരുടെ സ്നേഹം വെറുതെ നമ്മൾ സ്നേഹമായിട്ട് കാണുന്നതല്ലേ, നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അവരങ്ങനെ ഇതാക്കുന്നതല്ലേ എന്നൊക്കെയാണ് ചോദിക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ കമന്റ്സ് വായിക്കുമ്പോഴാണെങ്കിലും ഞാൻ കാണുന്നതില്ല, ഇതൊക്കെ വെറുതെ അവർ കാട്ടിക്കൂട്ടുന്നതാണ്, സത്യമായിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതാ ഞാൻ ചോദിക്കാൻ കാരണം. അല്ല, അതായത് ഇനീഷ്യൽ ഫേസസിൽ അവര് ഈവൻ നമ്മളെ ഐഡിയലൈസ് ചെയ്യുന്നത് പോലെ ഉണ്ടാവും. അതായത് പെർഫെക്റ്റ് പേഴ്സൺ ആണ്, എനിക്ക് ഇയാളെ കിട്ടുകയാണ്, ലൈക്ക് ഒരു ട്രോഫി അല്ലെങ്കിൽ ഒരു ഡയമണ്ട് കിട്ടുന്നത് പോലെയൊക്കെ, ഓ ഇയാള് കൊള്ളാം, ഇയാൾ എനിക്ക് വേണം എന്നുള്ള രൂപത്തിൽ. അപ്പൊ ആ ആളെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും അല്ലേ? ആ ഫേസിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ എല്ലാ റിലേഷൻഷിപ്പിലും ആലോചിച്ച് നോക്കിയേ, നമുക്ക് ആ ഒരു ഫേസ് ഉണ്ട്, സത്യം അല്ലേ? എല്ലാ ഫേസിലും ഉണ്ട്. പക്ഷെ ഇവരുടെ കാര്യത്തിൽ ഇത് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. പോരാത്തതിന് ഇവര് ഭയങ്കര അറ്റൻറ്റീവ് ആവും, ഭയങ്കരമായിട്ട് നമ്മളെ നോട്ടീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് വേണം എന്നുള്ളത് ഇവർ കൂടുതൽ പിക്ക് ചെയ്യുന്നുണ്ടാവും, ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. സോ അതിനനുസരിച്ച് അവർ ബിഹേവ് ചെയ്യുന്നതോടും നമ്മൾ കൂടുതൽ സേഫ് ആയിട്ട് ഫീൽ ചെയ്യും ഇവരുടെ അടുത്ത്, കൂടുതൽ വൾണറബിൾ ആയിട്ട് നമ്മളുടെ കാര്യങ്ങൾ ഇനീഷ്യലി
ഷെയർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് മറ്റു റിലേഷൻഷിപ്സിൽ നമ്മൾ എടുക്കുന്ന ഒരു ടൈമിനേക്കാൾ പെട്ടെന്ന് നമ്മൾ ഇവരുടെ അടുത്ത് അറ്റാച്ച്ഡ് ആവും. ഓക്കെ. പക്ഷെ പ്രശ്നം അവിടെ നിന്ന് നമുക്ക് അത്രയും അൺഡിവൈഡഡ് അറ്റൻഷൻ കിട്ടുന്നുണ്ട്. അറ്റൻഷൻ കിട്ടും, ഇനീഷ്യലി കെയർ കിട്ടും, നമ്മളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. അത് ഇനീഷ്യൽ ഫേസിൽ തന്നെ നമ്മളെ കൊണ്ടുപോയി ട്രാപ്പിലാക്കണം എന്നുള്ള രൂപത്തിലാണെന്ന് നിർബന്ധമില്ല. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം ഈ അറ്റാച്ച്ഡ് ആയി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എല്ലാ റിലേഷൻഷിപ്സിലും കാണുന്നത് പോലെ തന്നെ ഫ്രിക്ഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് ഇവിടെ പ്രശ്നമാവുന്ന എന്താ വെച്ചാ ഇവർക്ക് ക്രിട്ടിസൈസ് ചെയ്യുന്നത് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവരുടെ തന്നെ ഗ്രാൻഡ്യൂസ് അവരെന്തോ സംഭവമാണ് എന്നുള്ള ടൈപ്പ് ഓഫ് ഫീലിങ്സ് ഉള്ള ട്രേറ്റ്സ് ഉള്ള NPD ആളുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചു പറയുന്ന റെസ്പോൺസസോ ക്രിറ്റിസിസോ കമന്റ്സോ കറക്ഷൻസോ അല്ലെങ്കിൽ ഇഷ്ടമായിട്ടില്ല എന്ന് പറയുന്ന ഒരു റെസ്പോൺസസോ അതൊന്നും അവർക്ക് ഒരു തരത്തിലും എടുക്കാൻ പറ്റില്ല. ആൻഡ് അതിനെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന വേ എന്ന് പറയുന്നത് നമ്മൾ വൾണറബിൾ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുത്തി കുത്തി പറഞ്ഞിട്ടും, മനസ്സിലാവുണ്ടോ, നമ്മളെ എങ്ങനെ ഹേർട്ട് ചെയ്യാം, നമ്മളാണ് പ്രശ്നം എന്ന് എങ്ങനെ ഫീൽ ചെയ്യിക്കാം എന്നുള്ള രൂപത്തിൽ ആയിപ്പോവും. ആൻഡ് അതൊരു കോൺസ്റ്റന്റ് പാറ്റേൺ ആയിട്ട് മാറുമ്പോ നമുക്ക് സെൽഫ് ഡൗട്ട് വന്നു തുടങ്ങും. ഓക്കെ, ഞാൻ തന്നെ എന്നെ വിശ്വസിക്കാത്തൊരവസ്ഥയിലേക്ക് ഞാൻ വരും. കോൺസ്റ്റന്റ് ആയിട്ട് ഇത് പോകുമ്പോ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഭയങ്കര ഹേർട്ട് ആവുന്ന സമയത്തോ അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്ന സമയത്തോ പല ആളുകളും ആ ഒരു ഹീറ്റ് ഓഫ് ദ മൊമെന്റിലൊക്കെ പലതും പറഞ്ഞു പോകുന്ന സാഹചര്യങ്ങളോ വിഷമിപ്പിക്കുന്ന രൂപത്തിൽ പറയുന്ന സാഹചര്യങ്ങളോ ഒക്കെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും. ഓക്കെ. പക്ഷെ അതിൽ നിന്ന് NPD ഡിഫറെന്റ് ആവുന്നത് ഇതൊരു പാറ്റേൺ ആയിരിക്കും. എപ്പോ നോക്കിയാലും ഇങ്ങനെ തന്നെ അവിടെ നടക്കുള്ളൂ. സോ നമ്മൾക്കൊരു കറക്ഷൻ പറയാ അല്ലെങ്കിൽ ഒരു ആഗ്രഹം പറയാ ഒരു നീഡ് പറയാന്ന് പറയുന്നത് നമ്മൾ ടു ഡിമാൻഡിങ് ആയി പോവാണോ, നമ്മൾ ഈ റിലേഷനിൽ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായി മാറുകയാണോ. നമ്മളിത് പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ. യെസ്. പിന്നെ ദേ വിൽ ഓൾസോ മേക്ക് ഇറ്റ് അബൌട്ട് യു അല്ലെ, നീ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നുള്ള രീതിയിലേക്ക് വരും. അതെ, അത് കോൺസ്റ്റന്റ് പാറ്റേൺ ആവുമ്പോഴാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു സർവൈവൽ മെക്കാനിസം അല്ലേ, നമ്മൾ എല്ലാവരും ഒബ്സർവ് ചെയ്ത് ലേൺ ചെയ്യുന്നില്ലേ. അപ്പൊ നമ്മൾ ഇതാണോ പഠിക്കുന്നത്? കാരണം നമുക്ക് ആ മുന്നേ കിട്ടിയിട്ടുള്ള ഒരു ഹൈ ഇല്ലേ റിലേഷൻഷിപ്പിന്റെ, അതും ഇയാളിൽ നിന്നല്ലേ കിട്ടിയിട്ടുള്ളേ. സോ നമ്മള് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ അങ്ങനെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ ചെയ്തതുകൊണ്ടല്ലേ ഇങ്ങനെ ആയിപ്പോയെന്ന് തോന്നും സ്വയം അല്ലേ. പോരാത്തതിന് നമ്മള് ഓൾറെഡി എല്ലാവരും കേട്ടിട്ടുണ്ടാവും, നമ്മളുടെ കോണ്ടാക്ട്സ് കണക്ഷൻസ് ഒക്കെ പതിയെ 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 ഇവരിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്ന പോലെ വരുമ്പോഴത്തേക്കും ഇൻ കേസ് ഈ രീതിയിലുള്ള ബിഹേവിയേഴ്സോ ഇൻജസ്റ്റിസോ നമ്മൾ ഫേസ് ചെയ്യുകയാണെങ്കിലും ഇത് കാണാനോ നമുക്കിത് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ശരിയല്ലല്ലോ എന്ന് നമ്മളടുത്ത് പറയാനോ ആരും ഉണ്ടാവില്ല. ഇൻ കേസ് ഇത് ആരെങ്കിലും നമ്മൾ വഴി അറിയുകയാണെങ്കിൽ അത് അതിലേറെ പ്രശ്നമായിരിക്കും റിലേഷൻഷിപ്പിൽ. ഞാൻ ചോദിക്കട്ടെ, അതായത് ഇപ്പോ ആദ്യം പറഞ്ഞതിനടുത്ത് അനുസരിച്ചിട്ടാണെങ്കിലും കുറെ ട്രേറ്റ്സ് ഉണ്ട്. ബട്ട് ഈ NPD എന്ന് ക്ലാസിഫൈ ചെയ്യുന്ന കുറെ ട്രേറ്റ്സ് ബേസിക്കലി നമ്മൾ എല്ലാവരിലും എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഇടയ്ക്കെങ്കിലും ഒക്കെ വന്നു പോകുന്ന കാര്യങ്ങളുമാണ്. പക്ഷെ നമ്മളായിരിക്കുന്ന റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പാരന്റിങ് റിലേഷൻഷിപ്പ്, വാട്ട് എവർ റിലേഷൻഷിപ്പ് ഇറ്റ് ബി, ഇത് വളരെയധികം ടോക്സിക് ആയി തുടങ്ങുന്നു. അല്ലെങ്കിൽ ഇതൊരു NPD തന്നെയാണ്. അത് ഇപ്പൊ പറഞ്ഞു പാറ്റേൺ ആയിരിക്കണം, എപ്പോഴും ഇങ്ങനെയായിരിക്കണം, ഇടയ്ക്ക് വരുന്ന ഒരു കാര്യം ആവാൻ പാടില്ല. ബട്ട് ദെൻ എന്നാലും നമ്മളിത് എങ്ങനെയാ ഉറപ്പിക്കുക എന്റെ കൂടെയുള്ള ഒരാൾ നാർസിസിസ്റ്റ് ആണ് എന്നുള്ളത്? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങോട്ട് ഒബ്സർവ് ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ഇപ്പം ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിളോ അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു നമ്മുടെ ഒരു പാർട്ട്ണർ ഒരു ഡിപ്രസീവ് ഫേസിലൂടെ പോവാൻ എന്ന് വിചാരിക്കും. ഓക്കെ. അപ്പം ഡിപ്രഷന്റെ പല ടൈപ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മെയിലിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് അജിറ്റേറ്റഡ് ഡിപ്രഷൻ. ഓക്കെ. അജിറ്റേറ്റഡ് ഡിപ്രഷൻ ഉള്ള ആൾക്ക്, അത് അജിറ്റേറ്റഡ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ഇല്ല, നമ്മൾ ക്ലിനിക്കലി യൂസ് ചെയ്യുന്ന ഒരു ടേം ആണെന്നേ ഉള്ളൂ. പക്ഷെ ആ ഡിപ്രഷന്റെ ട്രൈറ്റ്സിൽ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുക, വിഡ്രോ ചെയ്യുക, അങ്ങനെയാണ് ടെൻഡൻസി എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അയാൾ ആ ഒരു ഡിപ്രസീവ് ഫേസിൽ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കുന്നില്ല, അത് അയാൾക്കേ അവയർനെസ് ഇല്ല, പാർട്ട്നേഴ്സിന് അവയർനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ അയാളെ കാണുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾക്ക് അത് ടോക്സിക് അല്ലേ? തീർച്ചയായിട്ടും. യെസ് അല്ലേ? അപ്പൊ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു 3 months 6 months എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കൺസിസ്റ്റൻസിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് തോന്നിക്കൂടെ? ഇനിയിപ്പം നേരത്തെ പറഞ്ഞ പോലെ OCD ട്രേറ്റ്സ് ഉള്ള ഒരാള് അയാളാണെന്നുണ്ടെങ്കിലും ഇതുപോലെ കൺട്രോളിങ് ബിഹേവിയേഴ്സോ കാര്യങ്ങളോ വരാം. ഇനി ഭയങ്കര ഇൻഫീരിയർ കോംപ്ലക്സോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ അങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട്
ഒരു ബ്ലെയിമും എടുക്കാതെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവാം. കണ്ടിട്ടില്ലേ? ഇപ്പൊ നീ ആ സാധനം കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും കണ്ടിട്ടേ ഇല്ല എന്ന് ആദ്യം ഫസ്റ്റ് റെസ്പോൺസ് അതായിരിക്കും. അതെ, ഓക്കെ, അത് എന്നിലേക്ക് ഒരു ബ്ലെയിം വരികയാണെന്നുള്ള ഫിയർ കാരണം അവർ ആദ്യമേ ഡിഫെൻസീവ് ആവുന്നതാണ്. അപ്പൊ അക്കൗണ്ടബിലിറ്റി എടുക്കാതിരിക്കുക, ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുക, മനസ്സിലാവുണ്ട്. ഇങ്ങനത്തെ പാറ്റേൺസ് വേറെയും പല അസുഖങ്ങളുടെയും പല കണ്ടീഷൻസിന്റെയും നമ്മളുടെ ട്രേറ്റ്സിന്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെ വരാം. സോ ഒരു നിങ്ങൾ ഒറ്റയ്ക്ക് ഡയഗ്നോസ് ചെയ്യരുത് നിങ്ങളുടെ പാർട്ട്നേഴ്സിനെയോ ഫാമിലി മെമ്പേഴ്സിനെയോ എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. എന്ത് പറയുമ്പോഴാണെങ്കിലും ഇറ്റ്സ് വെരി ഈസി, NPD ആണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ഈസി ആയി പോകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഇപ്പൊ ആദ്യം തന്നെ പറയാറുണ്ട്, നമ്മള് NPD ആണെന്ന് പറഞ്ഞിട്ട് അതൊരു കോംപ്ലക്സ് ട്രോമയാണ് അല്ലെങ്കിൽ OCD ആണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ അവരെ കാണുന്ന രീതി തന്നെ മാറാറുണ്ട്. പിന്നെ ഒരിക്കലും നമ്മൾ അവർ ആ ഒരു രീതിയിലായിരിക്കില്ല കാണുന്നതെന്ന് പറഞ്ഞു. എസ്പെഷ്യലി അതിപ്പോ ഞാൻ ആസ് എ പേഴ്സൺ ക്ലിനിക്കലി ക്ലയൻസിനെ ലേബിൾ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തൊരു ആളാണ്. അതുപോലെ ടെസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ആവശ്യമുള്ള സ്പേസസിൽ അത് അത്രയും റെലവെന്റ് ആണെങ്കിൽ മാത്രമേ ചെയ്തിട്ട് ഒരാളെ അങ്ങനെ കാണാറുള്ളൂ. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ക്ലിനിക്കൽ ഒബ്സർവേഷൻ ഉണ്ടാവും. നമ്മൾ മനുഷ്യന്മാരെയല്ലേ ഹാൻഡിൽ ചെയ്യണേ. ഇപ്പൊ ഈ ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയാം. ഇപ്പം ADHDയുടെ അസസ്മെന്റ് ഒരു ക്ലയന്റില് ചിലപ്പോ ഞാൻ ആ കേസ് ചിലപ്പോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഓൾറെഡി കണ്ടോണ്ടിരിക്കുന്ന ഒരു ക്ലയന്റ് ആയിരുന്നു. അപ്പൊ ആള് പല വീഡിയോസ് കണ്ടിട്ട് ആൾക്ക് സ്വയം തോന്നി, അല്ലെങ്കിൽ പലരും ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു എനിക്ക് ADHD ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഫ്യൂ സെഷൻസ് എന്തായാലും കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് ADHDയുടെ ഒരു സിംറ്റം ഫീൽ ചെയ്തിട്ടേ ഇല്ല. അപ്പം ആളുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ ADHDയുടെ അസസ്മെന്റിന് വിടുന്നു. അപ്പൊ ADHDയുടെ അസസ്മെന്റ്സിന് വിടുന്ന സമയത്ത് അതിലെ പല കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് ADHD ഉണ്ട് എന്നുള്ള രൂപത്തിൽ റിപ്പോർട്ട് വരാം. ഓക്കെ, പക്ഷെ എഗെയിൻ ഞാനൊരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് വിട്ടു, ഒരു ഇവാലുവേഷൻ ഒന്നുകൂടെ വിട്ടു. ഓക്കെ, ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. അസസ്മെന്റിന് വിട്ടു, റിപ്പോർട്ട് വന്നു. എഗെയിൻ ഐ കുഡന്റ് ബിലീവ് ദാറ്റ് ഞാൻ സൈക്കാട്രിസ്റ്റിലേക്ക് വിട്ടു, ഒരു തേർഡ് ഒപ്പീനിയനും. ആളും ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്റെ അടുത്ത് പറഞ്ഞ ADHDയുടെ സിംറ്റംസ് അല്ല എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലാക്കേണ്ട ADHD എന്ന് പറയുന്നത് പോലെ ഒരു 25 വയസ്സിൽ 26 വയസ്സിൽ വരുന്ന ഒരു സാധനമല്ല. അതെ, കറക്റ്റ് അല്ലെ? അതിന്റെ ബുദ്ധിമുട്ടുകൾ നേരത്തെ കണ്ടേനെ. പക്ഷെ ചില ടൈപ്പ് ഓഫ് അസസ്മെന്റ്സ് ഇവാലുവേഷൻസോ വെക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് അറ്റൻഷൻ ഇല്ല, കോൺസെൻട്രേഷൻ ഇല്ല, അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി ഉണ്ട്, വേറെ പല കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഇപ്പോൾ സിംറ്റം പ്രസന്റേഷൻ നോക്കിയാൽ ഈ ടെസ്റ്റുകളിലൊക്കെ വാലിഡ് ആയിട്ടൊക്കെ വന്നേക്കാം. ഓക്കെ, അപ്പം ഒരു ക്ലിനിഷ്യന്റെ ജഡ്ജ്മെന്റ് അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ ചില കേസസിൽ നമുക്ക് ക്ലയന്റിന് കൺവിൻസ് ചെയ്യാൻ എളുപ്പം ഞാൻ പറയുന്നതല്ല, ഇത് റിഫ്ലക്ട് ചെയ്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റിന്റെ റിപ്പോർട്ടാണെന്ന് കാണിക്കുന്നതാവുമ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമാണ് നമ്മൾ ടെസ്റ്റ് ഉപയോഗിക്കാം. പക്ഷെ ഈ NPD കേസസിലേക്കൊക്കെ വരുന്ന സമയത്ത് അവര് സെഷൻസിലേക്ക് വളരെ റയർ ആയിട്ടേ വരാറുള്ളൂ. ആൻഡ് NPD ക്ലയൻസ് ഒക്കെ വരാണെങ്കിൽ പോലും നമുക്ക് പോലും ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ സെഷൻസ് വേണം. ഓക്കെ, അല്ലാതെ കുറച്ച് നേരം കണ്ടതുകൊണ്ടോ ഒരു അസസ്മെന്റ് എടുത്തുകൊണ്ടോ ഒന്നും ഒരു NPD എടുക്കാൻ പറ്റില്ല. അതായത് ഇപ്പൊ ആലോചിക്കുക, ഒരു ക്ലയന്റ് വന്നിട്ട് എന്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന സമയത്ത് വളരെ നോർമൽ ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക, അല്ലെ? അവര് വളരെ പ്ലസന്റ് ആയിട്ടും പ്ലീസിംഗ് ആയിട്ടും ഒക്കെയാണ് ബിഹേവ് ചെയ്യുക. ചിലപ്പോൾ ഓവറായിട്ട് നമ്മൾ പ്ലീസ് ചെയ്യുന്ന പോലെയൊക്കെ ഉണ്ടാവും. അതെ, അല്ലെ? പക്ഷെ എനിക്ക് പറയാൻ പറ്റുമോ, നിങ്ങളെ പറ്റി ഞാൻ ഇതൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ, അങ്ങനെ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് കപ്പിൾ സെഷനിൽ ഈ പ്രശ്നം വരും. നമ്മൾ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ക്ലയന്റിനെ എങ്ങനെയാ ഇവാലുവേറ്റ് ചെയ്യാം? ഇവരും ഇൻഡിവിജ്വലി നമ്മളുടെ ക്ലയന്റ് അല്ലേ? മറ്റൊരാൾ വന്ന് കുറെ കംപ്ലൈന്റ്സ് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അത് വെച്ചിട്ട് ഇയാൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇയാൾ ചിലപ്പോ കുറെ മിസ്കൺസെപ്റ്റ് ആയിട്ടായിരിക്കും നമ്മളെടുത്ത് വന്നിട്ടുണ്ടാവും. അതായത് എന്നെ പറ്റി കുറെ കുറ്റം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് എന്നെ ഒന്ന് പറഞ്ഞു ഉപദേശിക്കാനായിരിക്കും സെഷന് കൊണ്ടുപോകുന്നത്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാവും വരുന്നുണ്ടാവാം. അതല്ലല്ലോ നമ്മളുടെ ഇന്റൻഷൻ, അല്ലെ? ജെന്യുവൻലി ഇയാൾ ചേഞ്ചസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണോ? നിങ്ങൾ ഈ റിലേഷനിലോ അല്ലെങ്കിൽ ലൈഫിലോ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് എന്താന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നമ്മളപ്പോ കപ്പിളായിട്ടല്ല കാണുന്നത്, ഇൻഡിവിജ്വൽ ആയിട്ടാണ് കാണുന്നത്. അതെ, അല്ലെ? അപ്പൊ അയാൾ നമ്മളുടെ അടുത്ത് സേഫ് ആവുക ചിലപ്പം ഒരു ഫ്യൂ സെഷൻസ് പോകുമ്പോഴായിരിക്കും. അപ്പോഴായിരിക്കും റിയൽ പ്രോബ്ലംസും കാര്യങ്ങളും അയാൾ പറയാൻ തുടങ്ങുന്നത്, റിവീൽ ചെയ്യുന്നതോ അക്നോളജ് ചെയ്യുന്നതോ സെൽഫായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നതോ ഒക്കെ. അങ്ങനത്തെ ഒരു ഫേസിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ആക്ച്വലി ഇവാലുവേഷൻ തന്നെ കിട്ടുള്ളൂ. പക്ഷെ ശരിക്കും ഒരു NPD ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലത്തെ ഒരു സ്വയം ഒരു അവബോധം അല്ലെങ്കിൽ ഇൻസൈറ്റ് അങ്ങനെ ഉണ്ടാവാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? എനിക്ക് ആൻസർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയില്ലേ ഹ്യൂമൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു സംഭവം, നമ്മൾക്ക് എന്തുണ്ടെങ്കിലും മാറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ മനുഷ്യന്മാരുടെ പൊട്ടൻഷ്യലിനെ പറ്റി പറയാം. പക്ഷെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സൂപ്പർ ആണെന്നാണ് അവരുടെ ഉള്ളിൽ, പിന്നെ അവർക്ക് ചേഞ്ച് ആവേണ്ട ആവശ്യം, അല്ലേ?
അപ്പോ അവർക്ക് ആ ചേഞ്ച് ആണെന്നുള്ള ആഗ്രഹമേ ഉണ്ടാവുന്നത്. അതായത് കുറ്റം പറയുന്ന ആൾക്കാരെ കുറിച്ച് അത് അവരുടെ പ്രശ്നമാണ്, അത് എന്റെ പ്രശ്നമല്ലെന്നാണ്. അവരുടെ പ്രശ്നമാണ്, അവരുടെ ചുറ്റുമുള്ള മറ്റെല്ലാ വേൾഡിലുള്ള എല്ലാ ആളുകളുടെയും പ്രശ്നമാണെന്നാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇവർക്ക് എഗെയിൻസ്റ്റ് ആണെങ്കിൽ പോലും എൻ്റെ ആളുകൾക്ക് ഉള്ള പ്രശ്നമാണ്. അവർക്ക് എന്റെ വാല്യൂ മനസ്സിലാവാത്തത് കൊണ്ടാണ്, ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള സെൻസ് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഇന്റലക്ട് ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ള രൂപത്തിലാണ് പൊതുവെ അവർക്ക് ഫീൽ ചെയ്യുക. അതായത് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ മെലിഗ്നന്റ്, ഗ്രാൻഡ്യോസ്, ഈ പറയുന്ന കാറ്റഗറി നാർസിസ്റ്റുകൾക്കും എല്ലാവർക്കും പൊതുവെ നാർസിസ്റ്റിക് ട്രേറ്റ്സ് ഉള്ളവർക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുക. അതിലാകെ നമ്മൾ പറയുന്നതിൽ ഒരു കോവേർട്ട് നാർസിസ്റ്റിക് ട്രേറ്റ്സ് ഉള്ള ആളുകൾ മാത്രമാണ് അങ്ങനെ അത് അങ്ങോട്ട് വെർബലി പ്രൊജക്ട് ചെയ്യാതിരിക്കുക. അവർ കുറച്ച് പാവം പോലെ ഇന്റേണലൈസ് ചെയ്തിട്ടായിരിക്കും, ഞാൻ ഡിസേർവ് ചെയ്യണമായിരുന്നു പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. അതിപ്പോ മറ്റുള്ളവർ അത് വാല്യൂ ചെയ്യാത്തതുകൊണ്ടാണ്, മറ്റുള്ളവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. മനസ്സിലുണ്ട്. ഈ ഒറ്റ വ്യത്യാസമേ നാർസിസ്റ്റിക് ട്രേറ്റുകളിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെ എല്ലായിടത്തും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ മനസ്സിലാക്കാൻ ഉള്ള കപ്പാസിറ്റി കുറവാണെന്നുള്ള ഫീൽ ചെയ്യുള്ളൂ. ശരിക്കും ഈ NPD അല്ലെങ്കിൽ നാർസിസിസ്റ്റ് എന്ന് പറയുന്ന ഒരാള് ഒരു ഡിസോർഡർ ആയിട്ടാണ് പറയുന്നത്. ഡെവലപ്മെന്റലി എങ്ങനെയാണ് അത് ഉണ്ടായി വരാ, ലൈക്ക് ഇങ്ങനെ ഒരു ലൈഫ് സ്പാൻ ആയിട്ട് പറയുകയാണെങ്കിലും? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ചോക്കെ, എല്ലാ അഡ്വേഴ്സ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് കിട്ടിയ ആളുകളും NPD ആവുന്നില്ല. യെസ് അല്ലെ, പലർക്കും പലതാവാം. ഇപ്പം ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഉള്ളവരുണ്ടാവാം, ചിലര് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറിപ്പോവാം. അല്ലെ, അതൊരു അഡാപ്റ്റീവ് മെത്തേഡാണ്. ചില ആളുകൾ ഇതൊന്നും എന്റെ ലൈഫിൽ ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് വളരെ അതിൽ നിന്ന് എത്രത്തോളം ഡിഫറെന്റ് ആയിട്ട് ബെറ്റർ ആയിട്ട് ലൈഫ് കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെ പോവാൻ നോക്കുന്ന ആളുകളുണ്ട്. അല്ലെ, പക്ഷെ ഈ പറയുന്ന NPD ഉള്ള ആളുകളുടെ എല്ലാവരുടെയും ചൈൽഡ്ഹുഡിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ എല്ലാ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിന്റെ കാര്യം നമ്മൾ എടുത്തു നോക്കുമ്പോഴും ചിലതിനൊന്നും ചിലപ്പോ നമുക്ക് എന്തുകൊണ്ട് എന്നുള്ള റീസൺ പ്രോപ്പറായിട്ട് പറയാൻ ഉണ്ടാവാറില്ല. മേ ബി നമ്മളുടെ ബ്രെയിനകത്തുള്ള പല ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒബ്സർവേഷൻ ലേണിംഗ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. ഗ്രാൻഡ്യൂസ് ആയിട്ടുള്ള നാർസിസ്റ്റിക് ട്രേറ്റ്സ് ഉള്ള പാരന്റിങ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവും. അല്ലെങ്കിൽ നല്ല അബ്യൂസീവ് ആയിട്ടുള്ള ഫിസിക്കലി മെന്റലി ഒക്കെ ഉള്ള അബ്യൂസീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് എന്ന് വന്നിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഉണ്ടാവാം. അങ്ങനെ പല രീതിയിലുള്ള എക്സ്പീരിയൻസസിലൂടെ കണ്ടീഷൻസ് കൊണ്ട് ഇതുകൊണ്ട് അതുണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോ അതിനകത്ത് ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമോ NPD ട്രേറ്റ്സ് ഉള്ള ആളുകളിൽ എന്നുള്ളത്. ഇപ്പൊ വളരെ അത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് ഞാൻ പറയില്ല, വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള രൂപത്തിൽ നാർസിസ്റ്റിക് ട്രേറ്റുകൾ, ഡിസോർഡർ ഞാൻ പറയുന്നില്ല, ട്രേറ്റുകൾ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം. ആൻഡ് അവർക്ക് ആ ട്രേറ്റ്സ് ഉണ്ടായിട്ടുള്ളത് ചൈൽഡ്ഹുഡിലും ഇങ്ങനെയൊക്കെ കുറെ എക്സ്പീരിയൻസസും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണെന്നുണ്ടെങ്കിൽ മേ ബി അവര് വളരെ ജെന്യുവൻലി ചേഞ്ചസ് കൊണ്ടുവരണം എന്ന് ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനും ആ ട്രേറ്റ്സുകളിൽ ചേഞ്ചസ് കൊണ്ടുവരാനും പോസിബിൾ ആണ്. ഇഫ് ദേ ഹാവ് ഇൻസൈറ്റ് ആൻഡ് ഡിസോർഡർ അല്ല ഞാൻ പറയുന്നത്, ട്രേറ്റ്സ് മാത്രം. ട്രേറ്റ്സ് പലരിലും ഉണ്ടാവാം. നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആളുകളിൽ നാർസിസ്റ്റിക് ട്രേറ്റ്സ് ഉണ്ടാവാം, അത് ഡിസോർഡർ അല്ല. അതായത് പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ഞാൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനേക്കാൾ ഉപരി വേറൊരു കണ്ടീഷൻ വെച്ചിട്ട് അതിനെ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ പറയാം. അതിപ്പോ ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ലോ മൂഡ്, ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, അപ്പറ്റൈറ്റിന്റെ കാര്യം, സ്ലീപ്പിന്റെ കാര്യം, അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, അങ്ങനെ കുറെ സിംറ്റംസ് ഉണ്ടല്ലോ അല്ലെ. അതുപോലെ ഇത്ര ഡ്യൂറേഷനിൽ അസുഖം ഉണ്ടായിരിക്കണം എന്നുണ്ട്. അതുപോലെ സൊമാറ്റിക് കണ്ടീഷൻസോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യണം എന്നുള്ളതുണ്ട്. അതിൽ തന്നെ ഇപ്പൊ ഈ പറയുന്ന മൾട്ടിപ്പിൾ സിംറ്റംസിൽ ഇത്ര എണ്ണം എങ്കിലും ഉണ്ടാവണം എന്നുണ്ട്. അപ്പൊ ഇത്ര കാറ്റഗറി സിംറ്റംസിൽ ഇത്ര എണ്ണം ഉണ്ടാവണം, ഇത്ര ഡ്യൂറേഷനിൽ ഉണ്ടാവണം, ഇത്ര ഇന്ന രീതിയിലായിരിക്കണം അത് ഉണ്ടായിട്ടുണ്ടാവേണ്ടത്. ആൻഡ് സൊമാറ്റിക് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാവണം. അപ്പോഴൊക്കെയാണ് നമ്മൾ അതിനെ ഒരു ഡിപ്രഷന്റെ ഡിസോർഡർ എന്നുള്ള രൂപത്തിലേക്ക് ഡയഗ്നോസ് ചെയ്യുന്നത്. അല്ലേ? ഇതേപോലെയാണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും. കുറെ സിംറ്റംസ് പോലെ പല പല ട്രേറ്റ്സ് ഉണ്ടാവും. അതിലിപ്പോ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ അത് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ ഗ്രാൻഡ്യൂസ് ഐഡിയാസ് ഉണ്ടാവാം സെൽഫ് വെച്ചിട്ട്, അതുപോലെ ബ്ലെയിം ഷിഫ്റ്റിംഗ്, ക്രിറ്റിസിസം എടുക്കാൻ പറ്റാത്ത കണ്ടീഷൻ, എംപതി ഇല്ല എന്ന് പറയുന്നത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവാം. ആ ട്രേറ്റ്സിന്റെ പുറമെ ഇത്
ഓൺഗോയിങ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പാറ്റേൺ ആയിട്ട് അവർ അവരുടെ ലൈഫിൽ എല്ലായിടത്തും, ഇയാളോട് മാത്രമല്ല എവറിബഡി, എല്ലായിടത്തും. ഓക്കെ. അങ്ങനെയൊക്കെയാണ് നമ്മളൊരു ഡിസോർഡർ ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അപ്പോഴും ഇത് ഒരാൾക്ക് എമ്പതി ഇല്ലാത്തൊരു ഫേസിൽ നിൽക്കുക എന്ന് വിചാരിക്കും. അയാൾക്ക് സെൽഫായിട്ട് തന്നെ അയാൾ ഓക്കെ അല്ലാതിരിക്കുന്ന സമയത്ത് അയാൾക്ക് മറ്റൊരാളുടെ അടുത്ത് എമ്പതി കാണിക്കാൻ പോയിട്ട് അയാളെ സെൽഫ് കെയർ ചെയ്യാൻ പോലും പറ്റാത്തൊരു കണ്ടീഷനിൽ ഇരിക്കുന്ന ആൾക്ക് ഒരു എമ്പതി ഉണ്ടാവില്ല. സത്യം. അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ ഇയാൾക്ക് NPD ആണെന്ന് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരു ക്ലിനിഷ്യൻ തന്നെ വേണം ഇത് ഡയഗ്നോസ് ചെയ്യാൻ എന്ന് പറയാൻ. പലപ്പോഴും പാർട്ട്ണർ വരാൻ വില്ലിങ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന ക്ലയന്റിന്റെ അടുത്ത് മാക്സിമം ഇൻഫർമേഷൻസ് പല പല രീതിയിൽ പല പല ഏരിയാസിൽ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു ഇന്റർപ്രിട്ടേഷൻ എടുക്കാൻ നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരാൾ, എനി കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ദേ ആർ ഫീലിംഗ് ദാറ്റ് യു നോ സംതിങ് ഇസ് നോട്ട് ഓക്കെ ഇൻ ദിസ് റിലേഷൻഷിപ്പ്. അതിപ്പോ നാർസിസ്റ്റിക് ആണോ എന്ന് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു സമയത്തെ ട്രെൻഡിലാണ് ഞാൻ പറയണത്. ദേ മൈറ്റ് ഹാവ് ഒരു കൺഫ്യൂഷൻ. അവരോട് ഇങ്ങനെ കാര്യങ്ങൾ ചെക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടാവും? അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഒരു ക്ലിനീഷ്യന്റെ അടുത്തേക്ക് നിങ്ങൾ വരണം, ഇത്രയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വരൂ എന്നുള്ള രീതിയിൽ. ഒബ്വിയസ്ലി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അതെ, ഇത് പറയുന്ന സമയത്ത് ആക്ച്വലി നാർസിസ്റ്റിക് എന്നുള്ള രൂപത്തിനേക്കാൾ ഉപരി ഒരു ടോക്സിക് റിലേഷനിലാണോ എന്നുള്ളതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. നമ്മൾ ഏത് റിലേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് നമ്മൾ ഇന്റേണലി സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആ സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു നീഡ് ഉണ്ടെങ്കിൽ, നമുക്കൊരു ഇമോഷൻ ഉണ്ടെങ്കിൽ, നമുക്കൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കൊരു കാര്യം ഇഷ്ടമായിട്ടില്ലെങ്കിൽ, നമുക്കൊരു ഫീലിങ്സ് പെർട്ടിക്കുലർ ആക്ഷനിൽ ഉണ്ടായെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നതിലോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു സ്പേസ് ഉണ്ട് അപ്പുറത്തുള്ള ആളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഓക്കെ, അതുപോലെ അത് കേൾക്കാൻ അപ്പുറത്തൊരു വില്ലിങ്നെസ് ഉണ്ട്, ജെന്യുവൻലി ഇൻട്രസ്റ്റ് ഉണ്ട്, ക്യൂരിയോസിറ്റി ഉണ്ട്, നമ്മളെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യാൻ നമുക്കൊരു സ്പേസ് തരാൻ എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് വെരി ഫസ്റ്റ് കാര്യം. ഓക്കെ, ആ സേഫ്റ്റി, ഇമോഷണൽ സേഫ്റ്റി, ഫിസിക്കൽ സേഫ്റ്റി എന്നൊക്കെ പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മിസ്റ്റേക്സ് റിലേഷൻഷിപ്പിൽ ആർക്കും വരാം. അത് വരുന്ന സമയത്ത് അതിന്റെ അക്കൗണ്ടബിലിറ്റി എടുക്കുക, അതിനെ പറ്റി സംസാരിക്കാൻ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക, അതിനുള്ള ഇനീഷ്യേറ്റീവ് ഇടുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ആൻഡ് റെസ്പോൺസിബിലിറ്റി അത് ഇമോഷണൽ നീഡ്സിലാവാം, ഫൈനാൻഷ്യൽ നീഡ്സിലാവാം, എല്ലാ കാര്യങ്ങളിലും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലല്ലേ പോകുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഒരു ലൈഫിനെ പറ്റിയും ഫ്യൂച്ചറിനെ പറ്റിയും ഒക്കെ നമുക്ക് പല പ്ലാൻസ് രണ്ടുപേര് വരുമ്പോ ഉണ്ടാവാം. അപ്പൊ അതിനെപ്പറ്റി രണ്ടുപേർക്ക് രണ്ട് ഒപ്പീനിയൻ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അത് പ്ലേസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടോ, മനസ്സിലായോ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മളുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും, നമ്മളുടെ ഫ്രണ്ട്സ്, ഫാമിലി, നമ്മളുടെ ഹോബീസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അതൊരു റിലേഷനിലേക്ക് വന്നപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫുള്ളി മാറ്റി വെക്കേണ്ടി വരുന്നുണ്ടോ, അതോ നിങ്ങൾക്ക് അതിനും കൂടിയുള്ള സ്പേസ് ഉണ്ടോ? അതായത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളായിരുന്ന ഒരു കുറെ ഐഡന്റിറ്റീസ് ഉണ്ടാവില്ലേ, നിങ്ങളുടെ ഹോബീസ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ, അതെല്ലാം മാറ്റി വെക്കേണ്ടി വരുന്നുണ്ടോ മറ്റൊരാൾ കാരണം? ഓക്കെ, ഇപ്പൊ അത് ചില സമയത്ത് ഇപ്പൊ നമ്മൾ ടോക്സിക് ട്രൈറ്റുകളെ പറ്റി പറയുന്നത് കൊണ്ട് പറയാണ്. അപ്പൊ എല്ലായിടത്തും എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് നീ ചെയ്യരുത് എന്നാണെന്നില്ല പറയണത്. ഓക്കെ, ഇപ്പൊ ഒരു പാർട്ട്ണർ പറയാണ് അവർക്ക് നമ്മുടെ റിലേഷൻഷിപ്പിൽ വലിയ താല്പര്യമൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ റിലേഷനിലായാലും അവര് ജലസ് ആണ്, അല്ലെങ്കിൽ അവര് എന്നെ റെസ്പെക്ട് ചെയ്യണില്ല, അല്ലെങ്കിൽ എന്നെ വാല്യൂ ചെയ്യണില്ല, അല്ലെങ്കിൽ എനിക്കൊരു സ്പേസ് ഇല്ല, എന്നെ ഒരു തേർഡ് പേഴ്സൺ ആയിട്ടാണ് അവിടെ കാണുന്നത് എന്നെല്ലാം പറയാ. എന്നിട്ട് എന്നെ റെസ്പെക്ട് ചെയ്യാത്ത ആൾക്കാരുടെ അടുത്ത് നിനക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ അവിടെ കൂടെ പൊക്കോ, തിരിച്ചു വരുമ്പോ എന്നെ നീ എക്സ്പെക്ട് ചെയ്യരുത് എന്ന രീതിയിൽ സംസാരിക്കാം. അതായത് ഈ പറയുന്ന കോൺവെർസേഷനൊക്കെ ഒരു തരം മാനിപ്പുലേഷൻ ആണ്, ഇമോഷണൽ മാനിപ്പുലേഷൻ ആണ്, ഒരു കൺട്രോളിങ് ആണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ടോ? നമുക്ക് ഭയങ്കര പേടിയായിരിക്കില്ലേ റിലേഷൻഷിപ്പിൽ എങ്ങാനും പോയാലോ, ഇയാളെങ്ങനെ വിട്ട് കളഞ്ഞു പോയാലോ എന്നുള്ളൊരു. അതല്ലേ നമ്മൾ പറയില്ലേ, അപ്പൊ അങ്ങനെ പതിയെ പതിയെ നമ്മൾ നമ്മളുടെ പാർട്ട്ണറിന്റെ മൂഡ് ഇങ്ങനെ ചെക്ക് ചെയ്ത് തുടങ്ങും. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിന്റെ മൂഡ് ചെക്ക് ചെയ്തിട്ട് വേണം ആ റിലേഷൻഷിപ്പിൽ സേഫ് ആണോ അല്ലയോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാനായിട്ട്. പാർട്ട്ണർ വരുന്ന സമയത്ത് അവർ വന്നു എന്ന് വിചാരിക്കുന്നതിന് പകരം ഇന്ന് എന്ത് മൂഡിലാണോ വന്നത്, നോക്കിയാണോ,
ചോദിക്കണം. ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്ന് അറിയോ, നമ്മുടെ കണ്ടീഷനിങ് ആണ്. കാരണം കുട്ടിക്കാലം മുതലേ നമ്മൾ പറയുന്നത് അച്ഛന്റെ മൂഡ് നോക്കി സംസാരിക്കുന്ന അമ്മ, അല്ലെങ്കിൽ അച്ഛൻ നല്ല മൂഡാണെങ്കിൽ മാത്രം ഇപ്പൊ പോയി പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അമ്മ കലിതുള്ളിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ നീ ആ പരിസരത്തേക്ക് പോകണ്ട. സോ വി ആർ ട്രെയിൻ ടു ലുക്ക് ടു സംബഡീസ് മൂഡ് ആൻഡ് സ്പീക്ക്. അപ്പൊ നമ്മള് റിലേഷൻഷിപ്പിൽ വരുമ്പോൾ നമ്മളെയും പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഞാൻ ഇങ്ങനെ തന്നെയാണല്ലോ ചെയ്യണേന്ന് തോന്നുന്നു കേട്ടോ. അത് എല്ലാ വീടുകളിലും അങ്ങനെയല്ല എന്ന് ഇവർക്ക് അറിയില്ല. അതാണ് അവരുടെ പോയിന്റ് അല്ലേ? യെസ്. നമ്മുടെ വീട്ടിൽ അങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കിത് നോർമൽ ആവും. അതെ. നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വന്ന് നമ്മൾ ഒട്ടും വയ്യാതായി മാറുമ്പോഴാണ് നമ്മൾ പൊട്ടിത്തെറിക്കുക. ഇതിനെപ്പറ്റി ഒന്ന് നോക്കാനോ ഷെയർ ചെയ്യാനോ ഒക്കെ പോകുന്നത്. പക്ഷെ ആ ഷെയർ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഷെയർ ചെയ്യാനുള്ള സ്പേസസ് ഒക്കെ കട്ടായിട്ടുണ്ടാവും. ഓക്കെ. ഇനി പോയി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്നെ പറ്റി പോയി കുറ്റം പറഞ്ഞു എന്നുള്ള സെൻസിലാണ് അവരെടുക്കുക, പാർട്ട്നേഴ്സ് എടുക്കുക. NPD ആളുകൾക്ക് ഏറ്റവും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തത് അവരുടെ ആ ഒരു ഐഡന്റിറ്റി ബ്രേക്ക് ചെയ്യുന്ന രൂപത്തിൽ എന്തെങ്കിലും ആക്ഷൻ വരുന്നതാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, NPD ആളുകളുടെ പാർട്ട്നേഴ്സ് മോസ്റ്റ്ലി അവർ ഭയങ്കര എംപത്തറ്റിക് ആയിരിക്കും. ഓക്കെ, ഇയാൾക്കൊരു NPD ഉണ്ടോ എന്ന് മനസ്സിലായാൽ പോലും അയ്യോ പാവം, ഞാനില്ലെങ്കിൽ എങ്ങനെ അയാൾ എനിക്ക് മാത്രമേ സർവൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അയാളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്കേ പറ്റുള്ളൂ, അയാളുടെ ഒരു ഇമേജ് മോശമാവരുതെന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് വരുന്ന മിസ്റ്റേക്സോ കാര്യങ്ങളുടെ എല്ലാത്തിന്റെയും ബ്ലെയിം നമ്മൾ എടുക്കുക. നമ്മളൊരു ഷീൽഡായിട്ട് ഇങ്ങനെ നിൽക്കുക അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനുള്ള. അങ്ങനെയാണ് പൊതുവെ അവരുടെ പാർട്ട്നേഴ്സ് ഉണ്ടാവാറുള്ളത്. അത് ആ ഒരു സൈക്കിളിന്റെ പ്രശ്നം കൊണ്ടാണ്. സ്നേഹവും കിട്ടും, പ്രശ്നങ്ങളും ഉണ്ടാവും. അത് കഴിഞ്ഞ് ചില സമയത്ത് വന്നിട്ട് അപ്പോളജി ഒക്കെ പറയുന്നും ഉണ്ടാവാം. പക്ഷെ ആ അപ്പോളജി എത്രത്തോളം ഉള്ളിൽ നിന്ന് വരുന്നു എന്നുള്ളത് നമുക്ക് ആക്ഷനിൽ ചേഞ്ചസ് വരുമ്പോഴല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആക്ഷനിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് റിലീവ്ഡ് ആയിട്ട് തോന്നും. കാരണം അത്രയ്ക്ക് കയോട്ടിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ വന്നാലും എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു വാക്ക് മതിയായിരിക്കും നമുക്ക് പെട്ടെന്നൊന്ന് റിലീവ്ഡ് ആവാൻ. അതെ, കറക്റ്റ്. പോരെ? മതി മതി. അപ്പൊ ഞാൻ പോകുന്ന പറയുമ്പോ അയ്യോ നീ പോവല്ലേ, നീ ഇവിടെ നിക്ക്, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമല്ലോ ആ ഒരു മൊമെന്റില്. അതാണ്, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കും, പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നിനക്ക് എന്നെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? ഞാൻ അങ്ങനെയൊക്കെ അയ്യോ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയി. പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും എന്നെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളല്ലേ എന്നൊരു ഫീലിംഗിലേക്ക് ഞാനില്ലാതെ പറ്റില്ല എന്നുള്ളതും പറയും. എന്റെ അമ്മോ, നമ്മളെല്ലാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഹ്യൂമൻ കണക്ഷനിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? നമ്മൾ ആർക്കെങ്കിലും വേണം എന്നുള്ള ഒരു ഫീൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ, അങ്ങനത്തെ ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതല്ലേ. അതെ. ആക്ച്വലി അവർക്ക് നമ്മൾ വേണം, നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലത്തെ ഒരു എല്ലാവർക്കും നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു കോയസീവ് കൺട്രോൾ അല്ലാതെ വളരെ സട്ടിലായി എന്നാൽ നാർസിസിസ്റ്റിക് അല്ലെങ്കിൽ വളരെ ടോക്സിക് ആയ രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരില്ലേ? ഇത് ഞാൻ ഈ പറയുന്ന ട്രേറ്റ്സ് ഒന്നും എല്ലാവർക്കും വിസിബിൾ ആവില്ല. ഇത് അവരവരുടെ പാർട്ട്നേഴ്സിനോ പാരന്റ്സും ചിൽഡ്രനും ആണെങ്കിൽ അങ്ങനെയോ, അല്ലെങ്കിൽ ആ വെരി ക്ലോസ് കണക്ഷനിൽ മാത്രമേ വിസിബിൾ ആവുള്ളൂ. കേട്ടിട്ടില്ലേ, ഇപ്പൊ ഒരു നാർസിസ്റ്റിക് പാർട്ട്ണർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ ഫ്രണ്ട് സർക്കിളിൽ ഭയങ്കര ചാമിങ് ആയിരിക്കും, എല്ലാവരുമായിട്ടും ഫുൾ കണക്ഷൻ അവർക്കായിരിക്കും. എന്നിട്ട് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ചെന്നിട്ട് ഇങ്ങനെയായിരുന്നു നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് വിശ്വസിക്കാൻ പോണില്ല. സ്വന്തം വീട്ടുകാരെ പോലും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റാത്ത രൂപത്തില് സ്ട്രഗിൾ ചെയ്തിട്ട് നിന്റെ ഭാഗത്തായിരിക്കും പ്രശ്നം എന്ന് പറഞ്ഞു വരുന്ന ക്ലയൻസ് ഉണ്ടാവാറുണ്ട്. സ്വന്തം അച്ഛനും അമ്മയും പോലും വിശ്വസിക്കില്ല, അത്ര നല്ല മരുമോനാണ് അല്ലെങ്കിൽ മരുമോളാണെന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. യെസ്, കറക്റ്റ്. അങ്ങനെ ഉണ്ടാവാറുണ്ട്. കുറെ കാലം ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടുപോയ ഒരാളാണെന്ന് കരുതുക. വാട്ട് വുഡ് ബി ദാറ്റ് പേഴ്സൺസ് എനി പാർട്ട്ണർ ഇറ്റ് കുഡ് ബി, അല്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ ഒരു അവസ്ഥ? അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഹൈപ്പർ വിജിലൻസ് ആയിരിക്കും അവരുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ക്ലിനിക്കലി നോട്ടീസബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു, ആസ് എ ക്ലിനിഷ്യൻ നമുക്ക് ഇമീഡിയറ്റ്ലി നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഹൈലി ആങ്ഷ്യസ് ആയിരിക്കും. പലർക്കും എന്താ പറയാ, സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ഡൗട്ട് എന്നൊക്കെ പറയുന്നത് അത്രയും എത്തിയിട്ട് ഇയാളില്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ളൊരു സാധനത്തിൽ അവർ ബിലീവ് ചെയ്യുന്നുണ്ട്. ഭയങ്കര എന്താ പറയാ, സ്ട്രോങ് ബിലീഫ് ആയിരിക്കും, ഇവരില്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റൂല, എന്നാ ഇങ്ങനെയാണ്, ഇവരുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെയുള്ള അവസ്ഥയാണ് പൊതുവെ. ഓക്കെ, ഈ ഹൈപ്പർ വിജിലൻസ് വരുന്ന സമയത്താണ് സംസാരിക്കണമെങ്കിൽ, കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്നതിൽ, ഡിസിഷൻസ് എടുക്കുന്നതിൽ, സ്വന്തം കാര്യം ഡിസൈഡ് ചെയ്യുന്നതിൽ, കുട്ടികളുടെ കാര്യം ഡിസൈഡ് ചെയ്യുന്നതിൽ, ഫൈനാൻഷ്യൽ മാറ്റേഴ്സിൽ, എല്ലാ കാര്യത്തിലും
നമ്മൾ നേരത്തെ പറഞ്ഞ മൂഡ് ചെക്കിങ്ങിന്റെ പോലെ കോൺസ്റ്റന്റ്ലി ചെക്ക് ചെയ്ത് മോണിറ്റർ ചെയ്ത് ഓക്കെ അല്ലേ എന്ന് മേക്ക് ഷുവർ ചെയ്ത് പോവാന്ന് പറയുമ്പോൾ ഒരാൾ എപ്പോഴും ഹൈപ്പർ അലേർട്ട് സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്. ഓൾവേസ് വിജിലന്റ്. അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഈ ആൾക്കായിരിക്കും. അത് കുട്ടികളൊരു സാധനം തട്ടി മറിച്ചിട്ടാൽ പോലും അതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾക്കായിരിക്കും. അയാൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് കാർഡ് എടുക്കാൻ പറഞ്ഞു, ATM കാർഡ് എടുക്കാൻ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്കായിരിക്കും. മനസ്സിലായോ? അങ്ങനെ എന്ത് നടന്നു കഴിഞ്ഞാലും നമ്മളായിരിക്കും റെസ്പോൺസിബിൾ എന്ന് പറയുമ്പോൾ ഹൈലി ആങ്ഷ്യസ് ആയിരിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. ചില ആളുകളിലൊക്കെ ഡിപ്രസീവ് സിംറ്റംസും കാണാറുണ്ട്. കാരണം ഈ പറയുന്ന അറ്റൻഷനും മെമ്മറിയും ഒക്കെ ഭയങ്കരമായിട്ട് ലോ ആയിട്ട് വന്നിട്ടുണ്ടാവും ഹൈപ്പർ അലേർട്ട് സ്റ്റേറ്റിൽ കോൺസ്റ്റന്റ് ആയിട്ട് പോയിട്ട്. ഇപ്പോഴും ഇത്രയും കാലം പുരോഗമിച്ചു, നമ്മൾ പഠിക്കുന്നുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ഇൻഫർമേഷൻസ് ഉണ്ട്, നമ്മൾ വരുന്നതിനേക്കാളും ഉപരി എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഇതേ പാറ്റേണിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളോട് മാത്രം പോയി കണക്റ്റഡ് ആവുന്നത്? കാരണം ഇപ്പോൾ സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിലും നാർസിസിസ്റ്റിക് അബ്യൂസ് വിക്ടിം അല്ല സർവൈവർ ആണെന്ന് പറയുന്ന ആൾക്കാർക്കും ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് തിങ്. ഇതിനു മുൻപ് പല ആവർത്തി ഇതുപോലത്തെ ഒരു പാറ്റേൺ, ഇതുപോലത്തെ എന്നല്ല എനി കൈൻഡ് ഓഫ് പാറ്റേൺസ് ഉണ്ടായിട്ടുണ്ടാവും. ദെൻ ഓൾസോ അതിലേക്ക് തന്നെ പോകണം. അപ്പോൾ ഡു യു ഫീൽ ദാറ്റ് ഇത് പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നത് കൊണ്ടോ വരുന്ന ഒരു കാര്യമല്ല, ഓർ എന്താ സ്വയം ചോദിക്കണ്ടാവില്ലേ ഞാൻ ഇതൊക്കെ അറിയാമായ ഞാൻ എന്തുകൊണ്ടാണ് ഇതിട്ട് പോയി വീഴണത്? ടോക്സിക് ട്രേറ്റ്സ് ഉള്ള റിലേഷൻഷിപ്സിൽ പോയിട്ട് നമ്മൾ അതിന് പുറത്തു വന്ന് വീണ്ടും ടോക്സിക് ട്രേറ്റ്സ് ഉള്ളതിലാവുന്നത് പോലെയല്ല NPD. അതിന്റെ ഒരു ഇന്റൻസിറ്റി നിങ്ങൾ രണ്ടായിട്ട് തന്നെ കാണണം. ഇപ്പൊ പാർട്ട്നേഴ്സിന് ടോക്സിക് ട്രേറ്റ്സ് ഉണ്ടാവാം, പാരന്റ്സിന് ടോക്സിക് ട്രേറ്റ്സ് ഉണ്ടാവാം. അതിനൊക്കെ നമുക്കൊരു ഒരു എന്താ പറയാ, അതൊന്ന് ഹെൽത്തി ആണെന്നോ നല്ലതാണെന്നോ അതൊക്കെ ഉണ്ടായിക്കോട്ടെ എന്നോ അല്ല ഞാൻ പറയണേ. പക്ഷെ ഇത് കുറച്ചുകൂടെ നല്ല സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷനായിട്ട് തന്നെ കാണണം. നമ്മൾ ജനറലി കയറി എല്ലായിടത്തും ക്ലിനിക്കൽ ടേംസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് ഒരു നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വന്ന ഒരാള് അടുത്തൊരു നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിലേക്ക് പോവാനുള്ള ചാൻസസ് എനിക്ക് തോന്നുന്നു കുറവാണ്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ആദ്യത്തേന്ന് പുറത്തു വരാൻ അയാള് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അയാളെ പറ്റി പഠിക്കേണ്ടി വന്നിട്ടുണ്ടാവും, ക്ലിനിക്കൽ സപ്പോർട്ട്സ് എടുക്കേണ്ടി വന്നിട്ടുണ്ടാവും, മെഡിക്കൽ സപ്പോർട്ട്സ് എടുക്കേണ്ടി വന്നിട്ടുണ്ടാവും, സോഷ്യൽ സപ്പോർട്ട്സ് എടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അതിനകത്തു നിന്ന് ബാക്ക് ഓഫ് ചെയ്ത് പുറത്തു വരാനും ഒരു സെൽഫ് റിലയന്റ് ആയിട്ടുള്ളൊരു നോർമൽ സെൻസ് ഓഫ് സെൽഫിലേക്ക് അയാൾക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ NPD റിലീവ് ചെയ്ത് വന്നിട്ടുള്ള ഒരാള് നെക്സ്റ്റ് ടൈം ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കോഷ്യസ് ആയിരിക്കും. അപ്പോ ഇങ്ങനത്തെ ട്രേറ്റ്സ് എടുക്കാൻ സാധ്യത കുറവാണ്. നേരെ മറിച്ച് ടോക്സിക് ട്രേറ്റ്സിൽ വന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിപ്പോ എന്താ പറയാ, ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കൺട്രോളിങ് ട്രേറ്റ്സ് ഉള്ള പാർട്ട്നേഴ്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെയുള്ള ട്രേറ്റ്സ് ഉള്ള കാര്യങ്ങൾ മാത്രമായിട്ടൊക്കെ ഉള്ള കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ അത് മേ ബി റിപ്പീറ്റ് ചെയ്യാം. കാരണം നമ്മൾ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ പാരന്റ്സ് പറഞ്ഞു മൂഡ് നോക്കിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ നോർമലൈസ് ചെയ്ത് കണ്ടു വളർന്നിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് നോർമൽസി ആയിരിക്കാം. അത് ഈവൻ ചിലപ്പോൾ നമ്മുടെ ഇനീഷ്യൽ റിലേഷൻഷിപ്സ് നമുക്ക് നോർമൽസി ബിൽഡ് ചെയ്ത് തരും. ഞാൻ പറയേ നടന്ന് വിളിച്ചാലേ എനിക്ക് അറ്റൻഷൻ തരുള്ളൂ, ഞാൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്താലേ ആക്ച്വലി അറ്റൻഷൻ കിട്ടുള്ളൂ, സ്നേഹിക്കപ്പെടുക എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതുണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞാൻ എഫേർട്ട് ഇട്ടാലേ സ്നേഹം കിട്ടുള്ളൂ, അത് നോർമലാണ് എന്ന് തോന്നുന്ന ഒരാൾക്ക് ഏത് റിലേഷനിൽ പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്ന സമയത്തും നമ്മളും കുറച്ചധികം എഫേർട്ട് ഇട്ടിട്ട് പിറകെ നടന്ന് കൺവിൻസ് ചെയ്തിട്ട് വേണം ഒരാളെ റിലേഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യിക്കാൻ എന്ന് ഫീൽ ചെയ്യില്ലേ. അപ്പൊ സിൽവർ ട്രേറ്റ്സ് ചൂസ് ചെയ്യാം. നമ്മൾ പറയും നമുക്കൊരു പാറ്റേൺ ഫെമിലിയർ ആയി കഴിഞ്ഞാൽ ഫെമിലിയാരിറ്റി ഭയങ്കര ഒരു ഫാക്ടറാണ്. ഫെമിലിയർ കാര്യങ്ങൾ നമ്മൾ കംഫർട്ടബിൾ ആണ്. ഒരു ഓഫീസിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനും കൺഫ്യൂഷൻസും എന്താവും ആരൊക്കെ ഉണ്ടാവും എന്നുള്ള സാധനം. നേരെ മറിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 4 വർഷം നിൽക്കുന്ന ഒരു ഓഫീസിലേക്ക് ഒരു ദിവസം പോകുമ്പോൾ നമുക്ക് അങ്ങനെയല്ലല്ലോ. ഇതേപോലെയാണ് ഈ പറയുന്ന പാറ്റേൺസ്. ടോക്സിക് ട്രേറ്റ്സുകളാണെങ്കിൽ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്കത് കംഫർട്ടബിൾ ആയിരിക്കും, ന്യൂ ആയിട്ട് തോന്നില്ല, സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യില്ല, നമ്മളുടെ നോർമൽസി ആയി മാറും. അതുകൊണ്ടാണ് സെയിം പാറ്റേണിലുള്ള പാർട്ട്നേഴ്സിനെ പലപ്പോഴും ചൂസ് ചെയ്യുന്നത്. പക്ഷെ പ്രോപ്പർ സെൽഫ് അവയർനെസ് നമുക്ക് വന്നാലേ നെക്സ്റ്റ് ടൈം അതല്ല നമുക്ക് വേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഫെമിലിയാരിറ്റി എന്നുള്ളത് ഒരിക്കലും ഒരു സേഫ്റ്റി അല്ല, സംതിങ് ദാറ്റ് യുവർ ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം നോസ് എന്നുള്ളത് അത്രേ ഉള്ളൂ. ഓക്കെ, സി ഈ പാറ്റേൺ ഇപ്പൊ ഐഡന്റിഫൈ ചെയ്തു അല്ലെങ്കിൽ നമുക്ക് കുറെ ഇൻസൈറ്റ് ഉണ്ട്, നമുക്ക് മനസ്സിലാവുകയാണ് ദാറ്റ് ഐ അണ്ടർസ്റ്റാൻഡ് സംതിങ് ഈസ് റോങ് ഇൻ മൈ റിലേഷൻഷിപ്പ്.
ഞാൻ എങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യുക? ഒന്നാമത്തെ കാര്യം, എന്തൊക്കെ ടൈപ്പ് ഓഫ് ടോക്സിസിറ്റിയാണ് ഞാൻ ഫേസ് ചെയ്യുന്നത് എന്നുള്ളൊരു വിഷയമാണ്. വിത്തൗട്ട് ലേബലിംഗ് അല്ലേ? അതായത് വിത്തൗട്ട് കൺക്ലൂഡിങ് ടു എ പെർട്ടിക്കുലർ ഡയഗ്നോസിസ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ടോക്ക് ടു എ എക്സ്പേർട്ട്, ലൈസൻസ്ഡ് പ്രൊഫഷണലിന്റെ അടുത്ത്, ക്ലിനിഷ്യന്റെ അടുത്ത് തന്നെ സംസാരിക്കാം. എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരു ഡിസോർഡർ ഒക്കെ ഉള്ള രൂപത്തിലാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് തന്നെ പോയി സംസാരിക്കാം. ഞാനത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാനുള്ള ഒരു കാരണം, വളരെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ അത്രയും ക്ലയൻസിനെ കണ്ടാണ് നമുക്ക് പല സിംറ്റംസിനെയും എന്താ പറയാ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് നടത്താനും. സെയിം സിംറ്റംസ് പല അസുഖങ്ങൾക്ക് ഉണ്ടാവാം, അതാണോ ഇതാണോ എന്നുള്ളത് നമുക്ക് മാറ്റി പ്രോപ്പർ ഡയഗ്നോസിസിലേക്കൊക്കെ വരാൻ പറ്റുക. പലപ്പോഴും നമ്മൾ പോലും നമ്മളുടെ സീനിയേഴ്സിന്റെ അടുത്ത് ചില കേസസ് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പം ഒരു കൺക്ലൂഷനിൽ എത്തുക. നമ്മൾ പോലും ഒരു തേർഡ് ഒപ്പീനിയൻ വേണം എന്നുള്ള കണ്ടീഷൻസ് വരാം. സോ നിങ്ങൾ എപ്പോഴും അങ്ങനത്തെ ഒരു അത്രയ്ക്കൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൂടെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ സെൽഫ് ഇവാലുവേഷന് പോവാതിരിക്കുക. എക്സ്പേർട്സിന്റെ അടുത്ത് തന്നെ പോയിട്ട് പ്രോപ്പറായിട്ട് ആ ഇവാലുവേഷൻ നടത്തിയിട്ട് മാത്രം എന്ത് ചെയ്യണം എന്നുള്ളതിലേക്ക് തുടങ്ങാം. ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ, പലരും വീഡിയോസ് കണ്ടിട്ട് സെൽഫ് ഡയഗ്നോസിസ് നടത്തിയിട്ട് ഓക്കെ ഡിസൈഡ് ചെയ്തു ഇയാൾ ടോക്സിക് ആണ്, സോ റിലേഷനിൽ നിന്ന് വിഡ്രോ ചെയ്യാം. എന്നിട്ട് വീട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞു, കുടുംബക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞു, ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞു, എന്നിട്ടാണ് തെറപ്പിക്ക് വരുന്നത്. തെറപ്പിക്ക് വരുമ്പോഴത്തേക്കും ചിലപ്പം അയാൾക്കും കൂടി ഒരു ഹെൽപ്പ് വേണ്ട ഒരു കണ്ടീഷനിലൂടെയാണ് അയാൾ പോണേന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകൾ ആരും അയാൾ ഇനി തിരിച്ച് പഴയ രൂപത്തിൽ കാണില്ല. കറക്റ്റ്. യെസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് അത്രയും സ്നേഹം ഉള്ള ഒരു മൊമെന്റും ഇയാൾ തന്നിട്ടുള്ളതുകൊണ്ട്. പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല. അതെ. അതുകൊണ്ട് സെൽഫായിട്ട് ആക്ഷൻ എടുക്കാൻ പോവരുത് എന്നുള്ളതാണ് എന്റെ ഫസ്റ്റ് സജഷൻ. സെൽഫ് സ്റ്റഡിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരൊറ്റ സെഷനെങ്കിലും എടുത്തിട്ട് നിങ്ങളൊരു ഡയറക്ഷൻ കണ്ടെത്തിയിട്ട് പോകും. സാധാരണഗതിയിൽ ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരാള് കോൺസ്റ്റന്റ്ലി ചെയ്യുന്ന കാര്യമാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ്, അല്ലെങ്കിൽ എന്താ പറയുക സൈലന്റ് ട്രീറ്റ്മെന്റ്. ഇതെല്ലാം കണ്ടിന്യൂസ്ലി ഇപ്പൊ ഒരു നാർസിസിസ്റ്റ് ഫാദർ അല്ലെങ്കിൽ ഒരു പേരന്റ് എന്നുള്ള രീതിയിൽ, അപ്പൊ അവിടെ ആക്ച്വലി ഒരു സ്പൗസിലും കൺട്രോൾ ഇല്ല, ബട്ട് സ്റ്റിൽ പേരന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു രീതിയിലുള്ള ഒരു കൺട്രോളും ഇല്ല. ദേ ആർ ആക്ച്വലി ഹൈറാർക്കി ആണെങ്കിലും ഭയങ്കര ഡോമിനേറ്റിംഗ് ആണ്. അപ്പം ടീനേജേഴ്സിലൊക്കെ വരുമ്പോഴത്തേനും അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ സെൽഫ് എസ്റ്റീമും ഒരു കോൺസെപ്റ്റും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. സോ ഇത് എപ്പോഴും ക്ലാഷ് ആയിരിക്കും. പിന്നെ നമ്മൾ ലേബിൾ ചെയ്യും, നമ്മൾ വൺ അടിയിലേക്കാണ് അത് പോവാറ്. ഇങ്ങനെ ഒരു സ്പേസിലുള്ള ഒരാളാണെങ്കിൽ ഈ സൈലന്റ് ട്രീറ്റ്മെന്റിനെ ആണെങ്കിലും ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നതാണെങ്കിലും മാനിപ്പുലേഷൻ ഒരു രീതിയിൽ നമ്മുടെ ഒരു വർത്തമാനം പറയാൻ സമ്മതിക്കാത്തൊരവസ്ഥ, ഇതിനെങ്ങനെ ഡീൽ ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളായിരിക്കുന്ന സമയത്ത് പാരന്റ്സിനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ചൊന്നും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്ലെസ് ആണ്. നമ്മൾക്ക് ഇപ്പൊ നമ്മളൊരു അങ്ങനത്തെ ഒരു ഫാമിലിയുടെ നെയ്ബർ ആണെങ്കിൽ പോലും നമുക്കത് കണ്ടുകൊണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെ 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 കറക്റ്റ് അല്ലേ? ആസ് എ സൊസൈറ്റി നമുക്ക് പുറത്തൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അതിനകത്തുണ്ട്. ഈവൻ ആ ഫാമിലിക്ക് അകത്ത് അമ്മയാണ് അങ്ങനെയെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് സേഫ് ആയിട്ട് ഒരാളെങ്കിലും ആ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ മേ ബി ഒരു പ്രൊട്ടക്റ്റീവ് സ്പേസ് ഉണ്ടാവാം. അത് സിബ്ലിങ്ങോ ഗ്രാൻഡ് പാരന്റ്സോ ഫാദറോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നേരെ തിരിച്ചും ഫാദർ ആണെങ്കിൽ ബാക്കി ആരെങ്കിലും എന്നുള്ള രൂപത്തിൽ. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെയൊക്കെ ആവാനുള്ള ഒരു സ്പേസ് വല്ല ടീച്ചേഴ്സിനോ, കുട്ടികൾക്ക് ആക്സസ് ഉള്ളവർക്കല്ലേ ഇത് പറ്റുള്ളൂ. അതുകൊണ്ടാണ് കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യത്തില് ടീച്ചേഴ്സിനും പാരന്റ്സിനും നൈബേഴ്സിനും ആസ് എ സൊസൈറ്റി നമുക്ക് എല്ലാവർക്കും ഇതിനകത്തൊരു റോൾ ഉണ്ട് എന്ന് പറയുന്നത്. കാരണം ഈ ട്രേറ്റ് ഉള്ള ആളുകൾക്കൊക്കെ, ഈ ഡിസോർഡർ ഉള്ള ആളുകൾക്കൊക്കെ കുട്ടികളെ ഉണ്ടാക്കാം അല്ലേ? പാർട്ട്ണറിനെ ഒഴിവാക്കാൻ നമുക്ക് ഡിവോഴ്സ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. പക്ഷെ അവര് കുട്ടികളെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ചോദിക്കട്ടെ, ഒരു നാർസിസ്റ്റിക് ലേഡിയുടെ കൊച്ചുണ്ടായി, അവര് റിലേഷൻഷിപ്പിൽ ഡിവോഴ്സ്ഡ് ആയി എന്ന് വിചാരിക്കും. നമ്മുടെ ഇവിടുത്തെ റൂൾ അനുസരിച്ച് അമ്മയ്ക്കാണ് കുട്ടീനെ കിട്ടുക അല്ലെ? ആ അമ്മ വളർത്തുന്ന കൊച്ചിന്റെ അവസ്ഥ എന്താവും? അമ്മ കൊച്ചിനെ ഹാം ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അമ്മയുടെ ഈ ഗ്രാൻഡ്യൂസ് ഐഡിയാസ് കൊച്ചിൽ വളർത്തി കഴിഞ്ഞാൽ നാർസിസ്റ്റിക് ട്രേറ്റ്സ് ഉള്ള അല്ലെങ്കിൽ ഡിസോർഡർ ഉള്ള അമ്മമാരുടെ മക്കളിലും അങ്ങനത്തെ അതേ ട്രേറ്റ്സ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്.
എന്താ അറിയോ, ഇപ്പൊ കുട്ടികളാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ടീഷനിങ്ങിന്റെ ഇതായിട്ടാണ് അച്ഛനെയും അമ്മേനെയും സമാധാനമായിട്ട് സന്തോഷമായിട്ടും വെക്കേണ്ട ഒരു ബാധ്യത കുട്ടികൾക്ക് ഉണ്ട് എന്നാണ് ഇപ്പോഴും ഒരു പരിധിവരെ സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ഇപ്പൊ കുട്ടികളാണെങ്കിലും അവർക്കൊക്കെ സൈക്കോളജി ഒരു +1 +2 മുതലേ അവർക്ക് ഇറ്റ്സ് എൻ ഓപ്ഷണൽ സബ്ജക്ട് ടു ലേൺ. സോ അറ്റ്ലീസ്റ്റ് ഈ ടോപ്പിക്സ് എങ്കിലും നമ്മളൊക്കെ കേൾക്കുന്നതിനേക്കാൾ ഒത്തിരി മുൻപ് കേൾക്കുന്ന കുട്ടികളാണ്. അവരെടുത്ത് ആസ് എ ക്ലിനീഷ്യൻ ഡു യു ഹാവ് എനിത്തിങ് ടു സേ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇത് ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ലൈക്ക് ആസ് എ ചൈൽഡ്, ഇപ്പൊ ഒരു കുട്ടിയാണ് കേൾക്കണമെങ്കിൽ ആസ് എ ചൈൽഡ് ദിസ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ആസ് പെർ എ ക്ലിനീഷ്യൻ എന്തായിരിക്കും? ബൗണ്ടറീസ് സെറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമ്മൾ അവർ ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കാര്യം. കറക്റ്റ്. പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യും? ആ തൊട്ട് സ്റ്റഡീസിനുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉള്ള അല്ലെങ്കിൽ ഡിസോർഡർ ഉള്ള പാരന്റിങ്ങിനെ കാണരുത്. കാരണം അത്രയും ഡോമിനേറ്റിംഗ് ആയിരിക്കും. ഞാൻ പറഞ്ഞത് ഇവിടെ നടക്കുള്ളൂ, ഇതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ ഇല്ല. ആ വീട്ടിലുള്ള ഒരാൾക്കും വേറൊരു വോയിസ് ഇല്ല എന്നുള്ള രൂപത്തിലാണ് പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുള്ളത്. ആ വീട്ടിലെ അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ട് DMs വരാറുണ്ട്, ഇങ്ങനെ പൂട്ടിയിട്ടു, ഭക്ഷണം തന്നില്ല, അങ്ങനെ ചെയ്തിട്ടില്ല, ഒരു ഉടുപ്പിടാൻ പറഞ്ഞിട്ട് ഉടുപ്പിടാത്തതായിരിക്കും കാര്യം, പൂട്ടിയിട്ടു, കുട്ടീനെ 2 ദിവസം സ്കൂളിൽ വിട്ടില്ല. എനിക്ക് വൺസ് ഒരു കോൾ ഇതുപോലെ വന്നിട്ടുള്ളതുണ്ടായിരുന്നു. ഒരു അമ്മയും മോളും കൂടിയാണ് വിളിക്കുന്നേ. എനിക്ക് ഡീറ്റെയിൽസ് റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവര് വിളിച്ചിട്ട് എൻ്റെ അടുത്തൊരു 20-25 മിനിറ്റ്സ് സംസാരിച്ചിട്ടുള്ളൂ ഫോണിൽ. എവിടുന്നോ എങ്ങനെയോ എന്റെ പേഴ്സണൽ നമ്പർ കണക്ട് ചെയ്തിട്ട് വിളിച്ചതാ. അവരുടെ അച്ഛൻ ഫിസിക്കലി ഉപദ്രവിക്കും, എല്ലാ രീതിയിലും ഉപദ്രവിക്കും. രണ്ടുപേരും വീടിന്റെ സ്റ്റെപ്സ് ഇറങ്ങി പുറത്തോട്ട് മുറ്റത്ത് ഇറങ്ങാൻ സമ്മതിക്കില്ല. ഓക്കെ, തല്ലിയിട്ട് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മെഡിസിൻ മേടിക്കാൻ വേണ്ടി പോലും പുറത്ത് പോകാൻ വിടില്ല. ഫോണോ കാര്യങ്ങളിലേക്കൊക്കെ റീചാർജിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ലിമിറ്റഡ് ആണ്. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ സോഷ്യൽ വർക്കേഴ്സിനെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ലീഗൽ ഹെൽപ്പിലേക്ക് പോവുക, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു കോളിലൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാനോ നമ്പേഴ്സ് കൊടുക്കാനോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു തെറപ്പിക്കുള്ള സ്പേസോ റെസ്ക്യൂ ചെയ്യാനുള്ള സ്പേസോ ഈവൻ അവരുടെ എൻ്റെ ഒരു ഐഡന്റിറ്റി സ്പേസും ഒന്നും അവരങ്ങനെ റിവീൽ ചെയ്യാൻ പോലും ധൈര്യമില്ലാത്ത ഫേസിലാണ് നിൽക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പോലും അങ്ങനത്തെ ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായിട്ടുണ്ടാവും എന്നുള്ള തോട്ട്സ് നമ്മളുടെ ഉള്ളിൽ വരും. പക്ഷെ കേരളത്തിലുള്ള ആളുകളാണ് കേട്ടോ. അതെ അതെ അതെ, ആലോചിച്ചൊക്കെ കേരളത്തിലുള്ള ഒരു ഫാമിലിയിലെ ഒരു സ്ത്രീയും മോളും ഒരു വീട്ടില് അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. എനിക്കറിയില്ല അവരുടെ കണ്ടീഷൻ എന്താണ്, തിരിച്ചു വിളിക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല, നമുക്ക് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ സോഷ്യൽ വർക്കേഴ്സിന്റെ കോൺടാക്ട് നമ്പേഴ്സ്, മെയിൽ, കളക്ടറുടെ കോൺടാക്ട്, പോലീസ്, അങ്ങനത്തെ കുറെ സാധനം. പക്ഷെ അവർ ആ സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ധൈര്യമുള്ള സ്പേസിലല്ല. ആ ധൈര്യം ബിൽഡ് ചെയ്യാൻ ധൈര്യം ബിൽഡ് ചെയ്യാനുള്ള സംസാരിക്കാനുള്ള സ്പേസും നമുക്കില്ല. ഇതാണ്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ചുറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ സൈഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് വേറെ ആക്ച്വലി ഒന്നും ചെയ്യാനില്ല. കാരണം ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് വാസ് നോട്ട് ദിയർ ഫോൾട്ട്. ഓക്കെ, ഇപ്പോ ഒരു അഡൽട്ട്ഹുഡിലേക്ക് കയറുന്ന സമയത്ത് അത് അച്ഛന്റെ കുഴപ്പമായിരുന്നു, അല്ലെങ്കിൽ അമ്മ അങ്ങനെ ചെയ്തത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാനത് അനുഭവിച്ചല്ലോ, വൈ ഐ ഹാഡ് ടു ഗോ ത്രൂ ദാറ്റ് എന്നുള്ളതിന്റെ സങ്കടമായിട്ട് എന്താ അറിയോ, ഇപ്പം ആ പെർട്ടിക്കുലർ ഫീലിങ്ങിനെ പറ്റിയാ പറയുന്നത്, ആ ഏജ് കാറ്റഗറിന്റെ അല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്ന ആളുകൾക്കോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ പോകുന്ന ആളുകൾക്കാണെങ്കിലും നമുക്കൊരു റാഡിക്കൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നൊരു അക്സെപ്റ്റ് ചെയ്യുക. റാഡിക്കൽ അക്സെപ്റ്റൻസ് എന്നൊക്കെ പറയണത് ആ വാക്ക് പറയണത് പോലെ ഈസിയർ അല്ല. അതുപോലെ നമ്മളൊക്കെ എവിടേക്കോ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മള് ക്ഷമിച്ചു മുന്നോട്ട് പോകണം, അവരുടെ അടുത്ത് ആ ഗ്രഡ്ജസ് ഒന്നും കീപ്പ് ചെയ്യരുത്, ക്ഷമ എന്നാലേ നമ്മൾ ഹീൽ ചെയ്യുള്ളൂ. ക്ഷമ ആട്ടിൻസൂപ്പിന്റെ ഗുണം ചെയ്യുന്നതാണ്. എനിക്കതിലൊരു വിശ്വാസമില്ല. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ഓക്കെ, ക്ഷമിച്ചിട്ട് വേണം. ക്ഷമിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ എനിക്ക് ക്ഷമിക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. സോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് അതിന്റെ അനുസരിച്ചുള്ള സ്പേസിൽ ഞാൻ ഇനി നിൽക്കുള്ളൂ. ക്ഷമിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ സ്റ്റാൻഡും എടുക്കാം, അതും ഹെൽത്തിയാണ്. അത് ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്റെ ഭാഗമാണ്. അതിപ്പോ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും പാർട്ട്ണർ ആണെങ്കിലും മക്കളാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കൊളീഗ്സ് ആണെങ്കിലും ബോസ് ആണെങ്കിലും
ഈ പറയുന്ന കുറെ കൺസെപ്റ്റുകൾ നമ്മുടെ മൈൻഡിലേക്ക് എവിടേക്കോ തന്നിട്ടുള്ളത് കൊണ്ട് ഹീലിംഗിലേക്ക് പോവാന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മളെ അടുത്ത് ദ്രോഹം ചെയ്തവരെ ഒക്കെ നമ്മൾ ഫോർഗീവ് ചെയ്ത് നമ്മളെന്തോ മഹാന്മാരായിട്ട് വേണം എന്തൊക്കെ ചെയ്യാന്നുള്ളൊരു തോന്നലിലൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത്. അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഇപ്പൊ ഈ പറഞ്ഞ ബൗണ്ടറിനെ നാട്ടില് വിശേഷിപ്പിക്കുന്നതാണ് അഹങ്കാരം, തന്നിഷ്ടം അല്ലേ? എന്താ സ്വയം കാര്യം മാത്രം നോക്കുക എന്നുള്ളത്. സോ വെൻ യു സ്റ്റാർട്ട് കീപ് ഇറ്റ് ബൗണ്ടറീസ്, ഇതുപോലത്തെ ആക്ഷേപങ്ങളായിരിക്കും നമുക്ക് കേൾക്കേണ്ടി വരാം. അതിന് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാം? എന്തായാലും നമ്മൾ ബൗണ്ടറിന്ന് ഒരു സ്റ്റെപ്പ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മള് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സാധനല്ലേ, നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ എന്താണ്, നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങൾ എന്താണ്, അല്ലേ? അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം എന്താ, പുറത്തുനിന്നുള്ള ആൾക്കാർ വർത്താനം പറയുന്നതില് നമ്മളെ പറ്റി കമന്റ് ചെയ്യല് നമുക്ക് എന്താ കൺട്രോളാണ്, അതാ കാറ്റഗറി ബോക്സിൽ എഴുതാനുള്ളതേ ഉള്ളൂ, അല്ലേ? അത് ഇതൊക്കെ ബൈ പ്രാക്ടീസ്, നമ്മള് ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതിലൊക്കെ അത്ര സെൻസിറ്റീവ് ആവാതെ ഇന്റേണലൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം. പ്രാക്ടീസ് ചെയ്ത് പറ്റുള്ളൂ. ഒരു സെഷനിൽ ഒരു തവണ ഒരു കാര്യം പറഞ്ഞു, ഒരു ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് നാളെ തൊട്ട് ആര് പറയുന്നോ നമ്മളെ എഫക്ട് ചെയ്യാത്ത രൂപത്തിൽ നമ്മള് സൂപ്പർ ഹ്യൂമൻസ് ആയിട്ട് ബിഹേവ് ചെയ്യൊന്നുമില്ല. നമ്മളും ഹ്യൂമൻസ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഇമോഷണൽ റെസ്പോൺസസ് ഒക്കെ നമ്മുടെ ഉള്ളിലൊക്കെ വരാം. പക്ഷെ എത്രത്തോളം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ അവെയർ ആവുന്നോ, എത്രത്തോളം നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നോ, അത്രത്തോളം ഇതൊക്കെ നമ്മളെ ബാധിക്കാത്ത രൂപത്തിലേക്കൊക്കെ നമുക്ക് ആ ബൗണ്ടറീസിനൊക്കെ ഫേം ആയിട്ട് സെറ്റ് ചെയ്ത് കംഫർട്ടബിൾ ആവാൻ പറ്റും. നമുക്കൊരു നാർസിസ്റ്റിക് ഒരു അബ്യൂസ് സർവൈവർ, ഓക്കെ, അയാളുടെ ഒരു ഹീലിംഗ് ജേർണി എങ്ങനെയായിരിക്കും? ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ, ബട്ട് സ്റ്റിൽ തെറപ്പി ഒരു ക്ലിനീഷ്യൻ, ഹൗ ക്യാൻ ദാറ്റ് ബി ഹെൽപ്ഫുൾ? അതായത് അവർക്ക് അവരുടെ എൻ്റെ വേൾഡ് ഇനി റീസെറ്റ് ചെയ്യേണ്ടത് പോലെയാണ്. ഓക്കെ, എൻ്റെ ഐഡന്റിറ്റിയും പല കാര്യങ്ങളും, അവരുടെ ഗോള്, ഡയറക്ഷൻ, പല കാര്യങ്ങൾ ഇൻക്ലൂഡിങ് ഫിസിക്കൽ കാര്യങ്ങൾ. ഇപ്പോ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഏത് രീതിയിലുള്ള അബ്യൂസ് ആയിരുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. പക്ഷെ അവരുടെ അപ്പിയറൻസിനെ പറ്റി കമന്റ് ചെയ്യുക, അവരുടെ സ്കിൽസിനെ പറ്റി കമന്റ് ചെയ്യുക. അതെ, അപ്പം ഇങ്ങനെ പല പല കാര്യങ്ങളിൽ എത്രത്തോളം അവര് എഫക്റ്റഡ് ആണെന്നുള്ളതിനനുസരിച്ച് അവരുടെ ഐഡന്റിറ്റി, സെൽഫ് വർത്ത്, ഇനി അതല്ലാതെ ക്ലിനിക്കൽ സിംറ്റംസ് ലൈക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ക്ലയന്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഫിസിയോളജിക്കലി റെഗുലേറ്റ് ചെയ്യേണ്ടി വരും. നെർവസ് സിസ്റ്റം റെഗുലേഷൻ ആക്ടിവിറ്റീസ് വേണ്ടി വരും. ഓക്കെ, തോട്ട് പ്രോസസ്സിനകത്ത് അവരുടെ ബിലീഫ് സിസ്റ്റംസും കാര്യങ്ങളിലും മാറ്റം വരുത്തേണ്ടി വരും. പിന്നെ സോഷ്യൽ കണക്ഷൻസ് ഒക്കെ ചിലപ്പോൾ അവർക്ക് ഒന്നേന്ന് ബിൽഡ് ചെയ്യേണ്ടി വരും. അവർ പോലും അറിയാതെ അവരുടെ ക്ലോസ് ആളുകളൊക്കെ അവർ തന്നെ വെറുപ്പിച്ചിട്ടുണ്ടാവും. അതെല്ലാം റീസെറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. അവരുടെ അംബീഷനോ ഗോളോ കാര്യങ്ങളോ ഒക്കെ അതൊന്നും ഇല്ലാത്ത അവസ്ഥയിലായിട്ടുണ്ടാവാം ചില ആളുകൾക്ക്. നോട്ട് ഓൺലി ഗോൾ പാർട്ട്ണറിനെ ഓക്കെ ആക്കി വെക്കൽ എന്നുള്ള രൂപത്തിലായിരിക്കും പോയിട്ടുണ്ടാവാം. സോ ഒരാളെ ഫുള്ളി റീസെറ്റ് ചെയ്യുന്നത് പോലെയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പാർട്ട്നേഴ്സിന്റെ ഒക്കെ സർവൈവേഴ്സ് വരുന്ന സമയത്ത്, ഇൻക്ലൂഡിങ് പാരന്റ്സ്, അങ്ങനെയുള്ള കുട്ടികൾ വരുമ്പോഴും. ഇപ്പം അങ്ങനെയുള്ള ഒരുപാട് കേസസ് ഉണ്ട്. എപ്പോഴും പാർട്ട്നേഴ്സ് മാത്രമല്ല, പാരന്റിങ്ങിൽ അങ്ങനെയുള്ളത് പലപ്പോഴും സോഷ്യലി അക്സെപ്റ്റബിൾ ആണെന്നുള്ള രൂപത്തിൽ നമ്മൾ കാണാറുണ്ട്. ഇപ്പോഴും അബ്രോഡ് സ്വന്തമായിട്ട് ജോലി ഉണ്ട്, പാർട്ട്ണർ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പാരന്റ്സിന്റെ കോള്, മെസ്സേജസ്, കാര്യങ്ങൾ വരുന്ന സമയത്ത് നട്ടപ്പാതിരയാണെങ്കിലും ആ കോൾ എങ്ങാനും മിസ് ചെയ്ത് കഴിഞ്ഞാൽ ടെൻഷൻ ആവണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കാന്നറിയില്ല, പാരന്റ്സിന്റെ ഇങ്ങനെയുള്ള ഇന്റർഫിയറൻസ് കാരണം സ്ട്രെസ് കൂടി ഹാർട്ട് പ്രോബ്ലംസ് വരെ വന്നിട്ടുള്ള ക്ലയൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പം റിലേഷൻഷിപ്പിലും എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പ് റിലേഷൻഷിപ്പിലും ഇത് എക്സിസ്റ്റ് ചെയ്യാം. നമുക്ക് ബ്രെയിനിന് ഇപ്പൊ ഈ പറഞ്ഞു കൊടുത്തു, മനസ്സിലാക്കി, ഇങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തു, ബട്ട് സ്റ്റിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതാണ് കാര്യം. പക്ഷെ ദെൻ ഓൾസോ നമ്മുടെ കൂടെ ബോഡി നിൽക്കാത്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാറില്ലേ? അത് നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുക? സ്റ്റിൽ വിത്ത് ദ തെറപ്പി സെയിം ഓർ സൈക്കാട്രി ഒക്കെ വേണ്ടി വരാറുണ്ടോ ഈ ഒരു ഹീലിംഗ് ജേർണിയിലോ? നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഇതിലൂടെ പാസ് ചെയ്യുന്ന ഒരാള് നല്ല ക്രൈം സ്പെൽസും കാര്യങ്ങളും പാനിക് സിംറ്റംസും കാര്യങ്ങളും ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫേസിൽ മെഡിക്കൽ സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ മെഡിക്കൽ സപ്പോർട്ട് വേണമെന്ന് തന്നെ പറയും. ഓക്കെ, ചിലപ്പോൾ ആ ഒരു ഇനീഷ്യൽ ഫ്യൂ മന്ത്സ് ഓർ ഫ്യൂ വീക്സ് ഒക്കെ ചിലപ്പോൾ പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ആ നീഡ് അനുസരിച്ച് മെഡിക്കൽ സപ്പോർട്ട് വേണ്ടി വരാറുണ്ട് ഇങ്ങനെയുള്ള സർവൈവേഴ്സിനും. ഇനി അതല്ല, അത്രയും എക്സ്റ്റെൻഡിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും ബോഡിയിൽ പലതരത്തിലുള്ള ചേഞ്ചസും കാര്യങ്ങളും, ഇപ്പൊ നമ്മൾ പറയുന്ന നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ എല്ലായിടത്തും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നൊരു കാര്യമാണ്.
ബ്രെയിനും സെൻട്രൽ നെർവസ് സിസ്റ്റം പോലെ തന്നെയാണ് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റവും. അല്ലെ, ഇത് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതൊരു സാധനം ഇതിനെ ശരിയാക്കുക, മൈൻഡ് ശരിയാക്കുക, ബോഡി ശരിയാക്കുക, ഗട്ട് ശരിയാക്കുക, അങ്ങനെയല്ല. എൻറ്റയർ ഒരു ഹോൾ സിസ്റ്റം ആണ്. അല്ലെ, നമുക്കൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് എപ്പോഴും ഒരാളെ ഓക്കെ ആക്കാൻ വേണ്ടി വരാം. അപ്പോൾ ബോഡിയുടെ വർക്ക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്കെ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം പറയുന്നത് കൊണ്ട് പറയാം. ഇപ്പൊ ചില ക്ലയൻസിൽ നമ്മൾ ട്രോമ ഇൻഫോംഡ് ആയിട്ടുള്ള വർക്ക്സ് വേണ്ടി വരും. ഓക്കെ, അതുപോലെ സൊമാറ്റിക് തെറപ്പി വർക്ക്സ് വേണ്ടി വരും, ബോഡി മൂവ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള വർക്ക്സ് വേണ്ടി വരും. ഇനി തോട്ട്സിൽ മാത്രം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് CBTയുടെ ടെക്നിക്സോ കാര്യങ്ങളോ അത് യൂസ്ഫുൾ ആവും. മൈൻഡ്ഫുൾനെസിന്റെ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളെപ്പോഴും ഒരു അസുഖം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഓവർകം ചെയ്യാന്ന് പറയുമ്പോൾ അതിന് ഇത് ചെയ്യുക എന്നുള്ള രൂപത്തിലാവില്ല പോവാം. പേഴ്സൺ ടു പേഴ്സൺ അയാളുടെ സാഹചര്യത്തിൽ എന്തൊക്കെയാണോ അയാൾ ഫേസ് ചെയ്തതെന്നുള്ളതിനനുസരിച്ച് ഈ പറയുന്ന പല തെറപ്പി മോഡ്സിൽ നിന്ന് അവർക്ക് സ്യൂട്ടബിൾ ആവുന്ന ടെക്നിക്കുകൾ അപ്ലൈ ചെയ്ത് ഏതാണ് അവർക്ക് എഫക്റ്റീവ് ആവുന്നത് എന്നുള്ളത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി അത് വർക്ക് ആവുന്നില്ലെങ്കിൽ നമ്മൾ വേറൊരു ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് ചെയ്ത് നോക്കി ഏതാണ് അവർക്ക് ഇഷ്ടമാവുന്നത്, അവർക്ക് യൂസ്ഫുൾ ആവുന്നത്, അവരുടെ ബോഡിക്ക് കുറച്ചുകൂടെ റിലീവ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ മൈൻഡ് ബോഡി കണക്ഷനും ഒക്കെ കൊണ്ടുവരിക. അതിന്റെ കൂട്ടത്തിൽ ഗട്ട് ഇമ്പോർട്ടന്റ് ആണ്. അല്ലെ, ഇപ്പൊ ഫുഡ്, ഡയറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, ന്യൂട്രീഷൻ, ഇതെല്ലാം ആ സമയത്ത് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പം ഫിസിക്കൽ ആക്ടിവിറ്റി വേണ്ടി വരാം, യോഗയോ മെഡിറ്റേഷനോ, അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ ജിം ആയിരിക്കും വേണ്ടി വരാം. ഈ പറയുന്ന ആക്ടിവിറ്റീസ് പോലും പലർക്കും പലതായിരിക്കും വേണ്ടി വരാം. അതെ, ഓക്കെ, ഒരാൾക്ക് ഇപ്പോൾ ആൻസൈറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ജിമ്മിൽ പോയിക്കോളൂ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ചിലപ്പോൾ അയാൾക്ക് ആദ്യം ബെറ്റർ ബ്രെത്ത് വർക്ക്സ് ആയിരിക്കാം. എന്നാൽ ഒട്ടും ഓക്കെ അല്ലാതെ മൂഡിലോ ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളൊന്ന് കുറച്ച് ഫിസിക്കലി ആക്റ്റീവായി കിട്ടിയിരുന്നെങ്കിൽ എന്നാണെങ്കിൽ നമ്മൾ ജിമ്മിലോ വർക്ക്ഔട്ടിനോ നടക്കാനോ ഓടാനോ പോകാനായിരിക്കും നമ്മുടെ ഫസ്റ്റ് സജഷൻ വരുന്നത്. സോ ആളുകളുടെ തെറ്റിദ്ധാരണ കൂടി ഇതിന്റെ ഇടയിൽ കറക്റ്റ് ചെയ്തിട്ട് പോവാം. എന്തെങ്കിലും ഓക്കെ അല്ലെങ്കിൽ നേരെ ഓടുക, ഫിസിക്കലി ആക്റ്റീവ് ആവുക എന്നുള്ളതല്ല. ഓരോ കണ്ടീഷൻ അനുസരിച്ച് അവർ ഓപ്റ്റ് ചെയ്യേണ്ട അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ഏതാണ് റൈറ്റ് എന്നുള്ളത് നമ്മൾക്ക് അത് അനലൈസ് ചെയ്ത് ഓപ്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഒരു റീല് കണ്ട് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കണ്ട് ഒരു ഇന്റർവ്യൂ കണ്ട് ഒരു കാര്യം കണ്ട് എനിക്കിത് മനസ്സിലായി ആൻഡ് ദെൻ ഐ കറക്റ്റഡ്, അത് വളരെ ഓവർ സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു കാര്യമല്ലേ നീ ഇത് പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ? ചില കാര്യങ്ങളൊക്കെ ഇപ്പം ഓക്കെ ഞാൻ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ എനിക്കത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലുണ്ടോ? അതായത് അല്ലെങ്കിൽ ഞാൻ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നത് പോലെ എന്റെ പാർട്ട്ണറിന് തോന്നുന്നുണ്ടാവോ, ഇതുപോലെ ഞാൻ അറിയാതെ ചെയ്തു പോകുന്നുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ അത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വർക്ക്സ്. നേരെ മറിച്ച് എന്റെ പാർട്ട്ണർ എന്നോട് ചെയ്യുന്നത് ഗ്യാസ് ലൈറ്റിംഗ് അല്ലേ എന്ന് തോന്നിയിട്ട് ഞാൻ അയാളുടെ അടുത്ത് അതിനെപ്പറ്റി ചെയ്യാൻ പോകുന്നു, ഞാൻ അപ്പുറത്തുള്ളവരുടെ അടുത്ത് പോയി അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നു, ഞാൻ സ്വയം അതിനുള്ള റെമഡീസ് ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്യാൻ നോക്കുന്നു, അതാണ് ഞാൻ ഒന്നുകൂടെ ആലോചിച്ചിട്ട് വേണം എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് ഒപ്പീനിയൻ എടുക്കേണ്ടത്. നേരെ മറിച്ച് എനിക്ക് എന്റെ ബിഹേവിയേഴ്സിൽ ചേഞ്ചസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ എടുക്കുന്ന ആക്ഷൻസ് മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്ന രൂപത്തിൽ ആവുന്നുണ്ടോ എന്ന് തോന്നുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് സെൽഫ് റിഫ്ലക്ട് ചെയ്ത് കറക്ഷൻ. ഇപ്പൊ ഫോക്കസ് നീയിലേക്ക് വന്നു നീ പറഞ്ഞപ്പോ, പക്ഷെ സാധാരണഗതിയിൽ എല്ലാവരും നീ പോയി മാറിയിട്ട് വാ എന്നാണ്. അതാണ് നേരെ തിരിച്ചാണോ? അതിന് വേണ്ടിയിട്ടാണോ ഈ കാണുന്ന റീൽസും സാധനങ്ങളും കാണുന്നത്? മറ്റേ ആളെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാനിരുന്ന് ഇത് കാണലല്ല വേണ്ടത്. സോ ഞാൻ അങ്ങനെ ഒരു അബ്യൂസിലാണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കിയത് ഐ ഹാവ് ടു ഗെറ്റ് ഹെൽപ്പ് വിച്ച് ഇസ് സ്യൂട്ടബിൾ ഫോർ മീ. അല്ലാതെ ക്ലിയർ ആക്കുക, അതെ, ക്ലാരിറ്റി വരുത്തുക, ഡയറക്ഷൻ ക്ലിയർ ആക്കുക. ചിലപ്പോൾ അപ്പുറത്തുള്ള ആൾക്ക് ഹെൽപ്പ് വേണ്ട സാഹചര്യത്തിലാണോ എന്നുള്ളതായിരിക്കും പലപ്പോഴും. ഇപ്പൊ ചില ക്ലയൻസ് അങ്ങനെ വരുന്ന സമയത്ത് പാർട്ട്ണർ ഒന്നും മിണ്ടുന്നില്ല, വിഡ്രോ ചെയ്തിരിക്കുകയാണ്, പുറത്ത് വരുന്നില്ല, അവോയ്ഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, വൈറ്റമിൻ ഡി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതായിരിക്കും നിങ്ങൾ എന്താ പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ഇപ്പൊ ചില സമയത്ത് DMs ഒക്കെ വരും, ഞാൻ ഐ എം ദിസ് ഏജ്, ഇത് സോ ആൻഡ് സോ, ഇതാണ് ഡീറ്റെയിൽസ്, എന്റെ ഹസ്ബൻഡ് NPD ആണ്, ഞാൻ BPD ആണ്, വി ഹാവ് കുട്ടിയുടെ ഇത്ര ബേബി. ഞാനിതിങ്ങനെ വായിച്ചിട്ട് ഞാൻ അപ്പൊ ആദ്യം ചോദിക്കും, നിങ്ങൾ ഇതിന് മുൻപ് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ, സെഷൻസ് എടുത്തിട്ടുണ്ടോ, അസസ്മെന്റ്സ് എടുത്തിട്ടുണ്ടോ, CPA കണ്ടിട്ടുണ്ടോ, സൈക്കാട്രി കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇതൊക്കെ കണ്ടു, എനിക്ക് ഉറപ്പായിട്ട് പറയാം. മനസ്സിലായത് അത് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞതുകൊണ്ട് പറയട്ടെ, ഈവൻ വേറെ ക്ലിനിഷ്യൻസിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഡയഗ്നോസ് ചെയ്ത് വന്നു എന്ന് പറഞ്ഞാൽ പോലും ഞാനിപ്പോ എന്റെ ഫസ്റ്റ് ടൈം ക്ലയന്റ് ആയിട്ട് ആ ഒരു വ്യക്തിയെ കാണുകയാണെന്നുണ്ടെങ്കിൽ
എനിക്ക് ആ പ്രീ ജഡ്ജ്മെന്റ്സ് ഒന്നും വേണ്ട. എനിക്ക് ആ ഇവാലുവേഷൻസ് ഒന്നും എനിക്ക് വാലിഡ് അല്ല. ഓക്കെ, ഞാൻ വളരെ ഫ്രഷ് ആയിട്ട് എൻ്റെ അടുത്ത് ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്ന ഒരാൾക്ക് അയാളെ ഞാൻ മനസ്സിലാക്കണം എന്നുള്ള ഇന്റൻഷനിൽ ഇരിക്കുമ്പോൾ എനിക്ക് എന്റെ ഇവാലുവേഷൻ മതി. ഓക്കെ, ഇനി അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എനിക്ക് ബെറ്റർ ക്ലിൻഷൻ ആണെന്ന് ഫീൽ ചെയ്യുന്ന, നോളജബിൾ ആണെന്ന് എനിക്ക് റാപ്പോ ഉള്ള, എനിക്ക് ഈ ആളെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാൻ കമ്പാറ്റബിലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു തെറപ്പിസ്റ്റിന്റെ അടുത്തോ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്തോ ആയിരിക്കും ഞാൻ മോസ്റ്റ്ലി റെഫർ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ഈ ഇവാലുവേഷനിലേക്ക് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം കണ്ട ശേഷം ആ റിപ്പോർട്ട്സ് ഞാനൊന്ന് ചിലപ്പോൾ നോക്കാം. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ ഇവാലുവേറ്റ് ചെയ്തതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം അതിനകത്ത് കാണുകയാണെങ്കിൽ മേ ബി നെക്സ്റ്റ് സെഷനിൽ ഞാൻ അത് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം. എന്നിട്ട് എനിക്കത് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ തേർഡ് ഒപ്പീനിയന് വിടാം, അല്ലെങ്കിൽ ഞാൻ ഇത് സെക്കൻഡ് സെഷനിൽ റൂൾ ഔട്ട് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഇവാലുവേഷൻസിലും കാര്യങ്ങളിലേക്കും ഒക്കെ പോവുക. അതല്ലാതെ നമ്മളിരുന്ന് എന്തെങ്കിലും കണ്ടിട്ടും എന്തെങ്കിലും വായിച്ചിട്ടും ഇപ്പം നമ്മൾ ഈ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്സ് വരെ ഓൺലൈനിൽ വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. അതെ, പക്ഷെ നമ്മൾ പോലും ബുക്കിൽ വായിച്ചതുപോലെ എല്ലാ ക്ലയൻസിനെ കണ്ടു തുടങ്ങുമ്പോൾ അസുഖം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓരോ ദിവസവും നമുക്ക് ക്ലയൻസ് പലതും പഠിപ്പിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ സംസാരിക്കുന്ന സമയത്ത് ഇത് കേൾക്കുന്ന ആൾക്കാര് ദേ ആർ അണ്ടർസ്റ്റാൻഡിങ് ദേ ആർ ഇൻ എ ടോക്സിക് റിലേഷൻഷിപ്പ്, ഇതുപോലെ കുഞ്ഞു ട്രേറ്റ്സ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ സാമ്പത്തികമായ ഇഷ്യൂസ് ഉണ്ടോ, ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെ കോഡിപെൻഡൻസി ഉണ്ടോ, അല്ലെങ്കിൽ ഹീസ് മൈ സെന്ററി, ഞാനില്ലാതെ പറ്റും, എനി കുഡ് ബി എനിത്തിങ്. പക്ഷെ ദേ റിയലി വിഷ് ടു മൂവ് ഔട്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ ഷുഡ് ദേ പ്ലാൻ ആൻഡ് പ്രിപ്പയർ? അങ്ങനെ നമ്മൾ ഫുള്ളി ലോക്ക്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണെന്ന് വിചാരിക്കാം. നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുക, നമുക്ക് അത്രയും സേഫ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ ലൈഫിൽ വേറെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് അതിനെപ്പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഡു യു സജസ്റ്റ് എ ഫ്രണ്ട് ഓർ എ പേഴ്സൺ ഓർ എ ക്ലിനിക്കൽ ഓർ എക്സ്പേർട്ട്? ആരെയാ സജസ്റ്റ് ചെയ്യുക? ഈവൻ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരാണെങ്കിലും പാരന്റ്സ്, സിബ്ലിങ്സ്, ഫ്രണ്ട്സ്, ആരാണെങ്കിലും നമുക്ക് അത്രയും സേഫ് ആണ്. എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്തിട്ട് പറയണ്ട. എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, നീ ഒന്ന് ശ്രദ്ധിക്കൂ, നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് ഞങ്ങളുടെ ഇടയിലുള്ള ഒരു ബിഹേവിയറോ കാര്യങ്ങളോ ഒക്കെ കാണുന്ന സമയത്ത് എനിക്ക് മാത്രം തോന്നുന്നതാണോ, അങ്ങനെ തന്നെ തോന്നുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഇൻസിഡൻസസ് ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എനിക്ക് എന്റെ പ്രശ്നമാണോ അവരുടെ പ്രശ്നമാണോ എന്ന് മനസ്സിലാവണില്ല. മനസ്സിലാവും. അതായത് നമ്മൾ അവരെ പറ്റി ഒരു ജഡ്ജ്മെന്റോ ഒരു ഇവാലുവേഷനോ കൊടുക്കാതെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു വെക്കാം. അല്ല, ഇനിയിപ്പോ ഫിസിക്കൽ അബ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഓപ്പൺലി സംസാരിക്കുക എന്നുള്ളതാണ്. ഫിസിക്കൽ സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫിസിക്കൽ സേഫ്റ്റി ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് എന്ത് റെമഡി വേണമെങ്കിലും നമുക്ക് എടുക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ എടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു ക്ലിനിഷ്യനിലേക്ക് ചിലപ്പോൾ അവർക്ക് ഇമ്മീഡിയറ്റ്ലി ഡയറക്റ്റ് ആക്സസ് ഉണ്ടാവണമെന്നില്ല. സോ ആക്സസ് എവിടെയാണോ ആദ്യം നമ്മളുടെ ആ സോഷ്യൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ നോക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇത് മൂവിങ് ഔട്ടിന് എന്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. ഹൗ ഡു യു ഡീൽ വിത്ത് എ നാർസിസിസ്റ്റ് പേഴ്സൺ? അവരെ ഡീൽ ചെയ്യാൻ പ്രത്യേകിച്ച് എന്താ അറിയോ, അവരുടെ ആ ട്രേറ്റ്സ് പുറത്തു വരിക എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർ ആ ട്രേറ്റ്സ് കാണാതെ നിങ്ങൾ കൊണ്ടു നടക്കുകയായിരിക്കും നിങ്ങളുടെ ആ പേഴ്സണെ. അതെ, ഓക്കെ. അപ്പൊ അത് പുറത്തു വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് അങ്ങോട്ട് കട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ട് സ്പോക്സ് പേഴ്സൺ ആയിട്ട് സംസാരിക്കുന്നത്, ചെയ്യുന്നത്, ബ്ലെയിം എടുക്കുന്നത്, കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാതെ ഒന്നൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നോക്കിയേ. അതായത് അവർ തന്നെ ചെയ്ത് പ്ലാൻ ചെയ്ത് അവർ തന്നെ അതിൽ ഫ്ലോസ് കൊണ്ടുവന്ന് നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നത് കാണാം. അതെ, അത് മറ്റുള്ളവർ കാണാനുണ്ടെങ്കിലേ ഇതൊക്കെ പുറത്തേക്ക് വിസിബിൾ ആവുള്ളൂ. ആരും കാണാനില്ലെങ്കിലോ? ആരും കാണാനില്ലെങ്കിൽ ഇതാരും കാണൂല. പക്ഷെ നിങ്ങളത് ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുക ആ ബൗണ്ടറി ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫിസിക്കൽ അബ്യൂസ് ഒന്നും ഇല്ലാത്ത റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ എൻഗേജ് ചെയ്യാതിരിക്കുക. ഡോണ്ട് എൻഗേജ്, ഡോണ്ട് ഡിഫെൻഡ് എന്നൊക്കെ നമ്മൾ പറയല്ലോ, ഗ്രേ റോക്കിംഗ് അല്ലേ? അതെ, ഡോണ്ട് എൻഗേജ് എന്നുള്ളതാണ്. അത് അവര് പല എക്സ്ട്രീം വരെ പോവാം, പല രീതിയിൽ കാണിക്കാം, ഇന്ന് വരെ കാണിക്കാത്ത രീതിയിൽ കാണിക്കാം. പക്ഷെ നമ്മളതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ള രൂപത്തിൽ നമ്മൾ അതിലൊന്നും എൻഗേജ് ചെയ്യാതെ
നമ്മുടെ ഓവർ എക്സ്പ്ലെയിനിങ് ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് കുറച്ച് അതിലേക്ക് റിയാക്ഷൻ കൊടുത്ത് അതിന് കറക്റ്റ് ചെയ്യാൻ പോയി, അതിൽ ഹെൽപ്പ് ചെയ്യാൻ പോയി, ചിലപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് എറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴത്തേക്ക് അവിടെ ക്ലീനിങ് സൈഡിൽ കൂടെ തുടങ്ങി. അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്യാതെ എൻഗേജ് ചെയ്യാതിരിക്കുക. ബ്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും എൻഗേജ് ചെയ്യാതിരിക്കുക, ഒരു കാര്യത്തിനും എൻഗേജ് ചെയ്യാതിരിക്കുക. അതായത് എൻഗേജ് ചെയ്യാണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അവിടെ ഉണ്ട് എന്നൊരു സംഭവം പോലും കൊടുക്കാതിരിക്കുക അല്ലെ. അപ്പുറത്ത് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു പേഴ്സൺ ഉണ്ടോ എന്നുള്ള രൂപത്തിലോ അല്ലെങ്കിൽ അത് നിങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള രൂപത്തിലോ നിങ്ങൾ ഇൻവോൾവ് ആവാതിരിക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു പോകും, ഓക്കെ, അപ്പം ആളവിടെ എന്തെങ്കിലും ഫുഡോ സാധനങ്ങളോ ഓർഡർ ചെയ്ത് വിചാരിച്ച പോലത്തെ ഡിഷ് അല്ല വന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ആ റെസ്റ്റോറന്റിലേക്ക് പോകാനുള്ള റീസൺ നമ്മളായി എന്നുള്ളതോ അവിടേക്ക് വരാനേ നമ്മളാണ് റീസൺ എന്നുള്ളതോ ആ ഫുഡ് ടേസ്റ്റ് ഇല്ലാതായതിന് സമയത്തിന് എത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഇത് കഴിക്കേണ്ടി വന്നതെന്നുള്ളതോ എന്താ പറയാന്നുള്ളത് പോലും നമുക്ക് പ്രഡിക്റ്റബിൾ ആവില്ല. പക്ഷെ അത് നമ്മളിലേക്കായിരിക്കാം വരുന്നത്. പക്ഷെ നമ്മളവിടെ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്തോറും നമ്മളുടെ ഒരുപാട് ഫീലിങ്സ് അതിനകത്ത് ഇൻവോൾവ് ആവാണ്, നമ്മളുടെ എനർജി ഇൻവോൾവ് ആവാണ്. ആൻഡ് ഇത് മറ്റുള്ളവർ ആരും നമ്മളുടെ കൂടെ ഉള്ളവര് പൊതുവെ വിശ്വസിക്കൂല. കാരണം പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആളുടെ റിയാക്ഷൻ ഇപ്പൊ മാറും, ആൾക്ക് ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സാധനം ഓർഡർ ചെയ്യോ വേറെ എന്തെങ്കിലും കോമ്പൻസേറ്റീവ് ആയിട്ട് സാധനങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇത് നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ഈ റിയാക്ഷൻസോ സാധനങ്ങളോ പുറത്ത് വരുവാണെങ്കിൽ അപ്പോഴായിരിക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവര് ഇവരുടെ ട്രൂ നേച്ചർ കണ്ടു തുടങ്ങുന്നുണ്ടാവുക. സോ അവര് സ്വയം അത് പുറത്ത് കാണിക്കാനുള്ള ചാൻസസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങളെ മറ്റുള്ളവർ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ വഴിയുള്ളൂ. നമ്മുടെ ഈ കോൺവെർസേഷൻ കേൾക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത കുഞ്ഞു കുഞ്ഞു എക്സാമ്പിൾസിലാണെങ്കിലും എക്സ്പീരിയൻസിലാണെങ്കിലും ഇതൊക്കെ എനിക്കുണ്ടല്ലോ എന്റെ പാർട്ട്ണർക്ക് ഉണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ ആദ്യം ഓൾറെഡി പറഞ്ഞു അതൊന്നും നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ല. ഈ ട്രേറ്റ്സ് ഒക്കെ നമ്മൾ എല്ലാവരിലും ഇടയ്ക്കെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസിലേക്ക് ഒരിക്കലും പോകരുത്. ഓക്കെ, അതല്ലാതെ ഈ പറഞ്ഞ പോലെ ടോക്സിറ്റീനെ ഐഡന്റിഫൈ ചെയ്യാനും നമ്മളായിരിക്കുന്ന സ്പേസ് എന്താണെന്ന് കണ്ടുപിടിക്കാനും ഇതൊക്കെ യൂസ് ചെയ്യും. യെസ് യെസ്, എസ്പെഷ്യലി സെൽഫ് റിഫ്ലക്ഷൻ യൂസ് ചെയ്യാം. നമ്മൾ അങ്ങനെ മറ്റാരെവിടെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട് ഈ വീഡിയോസും കാര്യങ്ങളും കാണുന്നതും ഒക്കെ യൂസ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ പാർട്ട്ണറോ പാരന്റ്സോ വേറെ ആരെങ്കിലും ഇതുപോലെ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗോ ടു എ ക്ലിനിഷ്യൻ. ഒരു പ്രോപ്പർ ഡയഗ്നോസിസും ക്ലിനിക്കൽ സപ്പോർട്ടും എടുത്തിട്ട് മാത്രം ഫർദർ സ്റ്റെപ്സ് ലൈഫിൽ എടുക്കാം. നമ്മുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ് സെക്യൂർ റിലേഷൻഷിപ്പ്, സെക്യൂർ അറ്റാച്ച്മെന്റ്, അതിനെയും കൂടി ഒന്ന് പറഞ്ഞു വെക്കണം എന്ന് തോന്നുന്നു. കാരണം അതിന്റെ അഭാവം കൊണ്ടാണ് നമ്മൾ ഇത്രമേൽ ആൻഷ്യസ് ആവുന്നതും ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞി ബ്രെഡ് ക്രംബിങ് ചെയ്യുന്നതും ലവ് ബോംബിങ് കാണുമ്പോൾ നമ്മൾ കയറി വല്ലാതെ ഇതാവുന്നതും. എന്താ അറിയോ, ഇപ്പൊ ഈവൻ സെക്യൂർലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളെ പോലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. പിടിക്കും. റൈറ്റ്. ഓക്കെ, സോ whoever you are, wherever you are, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനത്തെ എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിൽ പറഞ്ഞ പോലെ ആദ്യം സ്വയം റിഫ്ലക്ട് ചെയ്യേണ്ടത് യൂസ് ചെയ്യുക. എന്നിട്ട് ഇത്രയും വേഗം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ക്ലിനീഷ്യൻ്റെ അടുത്തോ അല്ലെങ്കിൽ ക്വാളിഫൈഡ് പേഴ്സണിൻ്റെ അടുത്തോ പോയി ഹെൽപ്പ് എടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us today and it was very wonderful talking to you. Thank you so much for coming. Thank you for inviting.